ശ്രീമുഖി സമാരംഭാം പരമ്പരയെ സ്മരിച്ചുകൊണ്ട് മാണ്ഡവ്യോപനിഷത്ത്. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ യച്ഛാന്യത്രകാലാതീതം തദപ്യോംകാരൈവ. സർവം ഹേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനം ബഹിപ്രജ്ഞസക്താന്ത ഏകോനവിംശതിമുഖ സ്ഥൂലഭുവൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രയുക്തഭു തൈജസോ ദ്വിതീയപാദഃ. യത്ര സ്വപ്തോ ന കഞ്ചന കാമം കാമയത്തെ ന കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാന ഏകീഭൂതപ്രജ്ഞാനഘനേവാനന്ദമയോ ഹ്യാനന്ദഭുക് ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷ അന്തര്യാമി ഏഷ യോനിഃ സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം യോഗാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരം ഓംകാരോധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ ഉകാര ഉകാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാ മാത്ര ആപ്തേരാധിമത്വാദ്വാ ആപ്നോതി വൈ സർവാൻ കാമാനാദിശ്ച ഭവതി ഏവം വേദ.
സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാദോ ബഹിർത്വാദ്വാ ഉത്കർഷരിഹ വൈജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യാദ് ബ്രഹ്മവിദ്യതേ ഭവതി യേവം വേദ. സുഷുപ്തസ്ഥാനപ്രജ്ഞോമകാല തൃതീയ മാത്രാമിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യവഹാരിക പ്രപഞ്ചോ പശ്യമസ്യോ അദ്വൈത ഏവം ഓംകാരം ആത്മൈവ സംവിശതി ആത്മാനം ഏവം വേദ. അനാദശാന്തി പ്രകടനത്തിൽ 98ാമത് കാര്യം. അലബ്ധാവരണാ സർവേ ധർമ്മ പ്രകൃതി നിർമ്മല ആദൗ ബുദ്ധാസ്തഥാ മുക്താ ബുദ്ധ്യന്തേ ഇതി നായകാഃ. തേഷാം ആവരണച്യുതിർ നാസ്തീതി ബ്രുവതാം സ്വസിദ്ധാന്തി അഭ്യുപഗതം തർഹി ധർമാണാം ആവരണം നേത്യുച്യതേ അലബ്ധാവരണാഃ. അലബ്ധം അപ്രാപ്തം ആവരണം അവിദ്യാദി ബന്ധനം യേഷാം തേ ധർമ്മഃ അലബ്ധാവരണാഃ ബന്ധനരഹിത ഇത്യർത്ഥഃ. 97ാമത്തെ കരിയിൽ പറഞ്ഞു അണുമാത്രേവി വൈധർമ്മ്യേ ജായമാനം. ഇവിടെ എന്താണ് അജാതം അജാതി അതാണ് ഗ്രഹിക്കേണ്ടത്. മറിച്ചായിക്കഴിഞ്ഞാൽ മറിച്ചാകുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ സത്യബോധം വരിക, പ്രപഞ്ചം ഉത്പന്നമാകുന്നു, സ്ഥിതി ചെയ്യുന്നു, നശിക്കുന്നു എന്നൊക്കെ കരുതുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തോട് താതാത്മ്യം വരും. ആത്മാവിന് അനാത്മാവിനോട് താതാത്മ്യം വരും. ആത്മാവിൽ തന്നെയുള്ള പ്രതീതിയാണ് അനാത്മാവ്, അതിൽ താതാത്മ്യം. അങ്ങനെ വന്നാൽ പിന്നെ അസംഗതയില്ല. പിന്നെ അജ്ഞാനനാശത്തെക്കുറിച്ച് പറയാനുണ്ടോ? അതാണ് പറഞ്ഞത്. എന്നാൽ അജ്ഞാനനാശം സംഭവിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അജ്ഞാനം ഉണ്ടെന്ന് വരും. ആത്മാവും അജ്ഞാനവും രണ്ടായി. അജ്ഞാനം നശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. ആത്മാവും അജ്ഞാനവും ദ്വൈതമായി. അതിന് സമാധാനം പറയുന്നു അലബ്ധാവരണ തേഷാം ആവരണച്യുതിരും നാസ്തീതി ബ്രുവത. അജ്ഞന്മാരിൽ ആവരണച്യുതി സംഭവിക്കുന്നില്ല, ആവരണമുണ്ട് എന്ന് സ്വസിദ്ധാന്തേ അഭ്യുപഗതം തർഹി എന്ന് നിങ്ങളുടെ സിദ്ധാന്തത്തിൽ പറയുകയാണെങ്കിൽ ധർമാണാം ആവരണം അഭ്യുപഗതം തർഹി ധർമാണാം ആവരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധർമ്മങ്ങൾക്ക് ആത്മാക്കൾക്ക് ആവരണത്തെ അംഗീകരിക്കുന്നു എന്ന് വരും. ചോദ്യമാണ്. രണ്ടായിട്ട് രണ്ടു കൂട്ടരെ തിരിക്കുന്നു. ഒന്ന് ജ്ഞാനികളും മറ്റൊന്ന് അജ്ഞാനികളും. അജ്ഞാനികൾ അജ്ഞാനമുള്ളവർ, ജ്ഞാനികൾ അജ്ഞാനമില്ലാത്തവർ. ശരി, ജ്ഞാനികളെ സംബന്ധിച്ച് പറയാം ജ്ഞാനം മാത്രമേ ഉള്ളൂ. അജ്ഞാനികളെ സംബന്ധിച്ച് അത് പറയാൻ പറ്റും.
അതുകൊണ്ടാണല്ലോ ഈ ഭേദം വരുന്നത്, ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും. അജ്ഞാനിയിൽ ജ്ഞാനിയിൽ നിന്നുള്ള വൈലക്ഷണ്യം എന്താണ്? അവിടെ ആവരണമുണ്ട് എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്മാക്കളിൽ ആവരണം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. അദ്വൈതം എങ്ങനെ ശരിയാകും? അദ്വൈതത്തിൽ രണ്ടില്ലല്ലോ. എന്നാ എത്തിച്ചത് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താണോ നിങ്ങൾ പറയുന്നത് എന്താണോ അത് കേൾക്കുന്നുണ്ട്, പക്ഷെ വക്താവിന്റെ താല്പര്യമനുസരിച്ചുള്ള അർത്ഥത്തെയല്ല ശ്രോതാവ് ഗ്രഹിക്കുന്നത്. അതാ പ്രശ്നം. ഒന്നുദ്ദേശിച്ച് പറയുന്നു, മറ്റൊന്നുദ്ദേശിച്ച് ഗ്രഹിക്കുന്നു. ഈ ശ്രവണത്തിൽ അതെല്ലാം പലപ്പോഴും സംഭവിക്കും. വിവക്ഷിതമായ അർത്ഥം ഗ്രഹിക്കത്തില്ല. കാരണം ശബ്ദത്തിന് നാനാർത്ഥമുണ്ട്. ഒരാൾക്ക് ഏതർത്ഥവും ഗ്രഹിക്കാം. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ആവരണമുണ്ടെന്നല്ല, അലബ്ധാവരണാഹ. അലബ്ധം, അപ്രാപ്തം, ആവരണം, അവിദ്യാദിബന്ധനം, യേഷാം തേ ധർമ്മ അലബ്ധാവരണാഹ ബന്ധനരഹിതാഹ. അതാ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഒരു ആവരണം അവിടെ ഉണ്ടായി പിന്നീട് ആ ആവരണം ജ്ഞാനം കൊണ്ട് നശിക്കുന്നു എന്നുള്ളതല്ല. ഇവിടെ അലബ്ധാവരണ ആവരണം അവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഒരാത്മാവിനും ആവരണം സംഭവിച്ചിട്ടേ ഇല്ല. അലബ്ധം, അപ്രാപ്തം, ആവരണം. ആവരണം എന്ന് പറയുമ്പോൾ അവിദ്യാദിബന്ധനം, അവിദ്യ, അതിനെ തുടർന്നു വരുന്ന ജന്മനാശങ്ങൾ, ഈ ബന്ധനങ്ങൾ. യേശാന്തേ ധർമ്മ അലബ്ധാവരണ ബന്ധനരഹിത. ഇതാണ് ഇവിടെ മുഖ്യമായി ബോധിപ്പിക്കുന്നത്. എല്ലാ ആത്മാക്കളും ബന്ധനരഹിതന്മാരാണ്. അവിടെ ബന്ധനമില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർമ്മലാഹ സ്വഭാവശുദ്ധ. പ്രകൃതി നിർമ്മലന്മാരാണ്. പ്രകൃത്യാ തന്നെ നിർമ്മലമാണ്. ഒരു ആവരണം വന്നിട്ട് പിന്നെ ഇല്ലാതാകുകയല്ല. ഇവിടെ പ്രകൃതി തന്നെ നിർമ്മലമാണ്. സ്വഭാവശുദ്ധ, സ്വഭാവേന ശുദ്ധമാണ്. അശുദ്ധി ഉണ്ടാക്കി അതിനെ മാറ്റിയ ശുദ്ധിയല്ല. അത് സ്വഭാവശുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു അശുദ്ധി വന്നു, ആഗന്തുകമായ അശുദ്ധി എന്ന് പറയും. വന്നു ചേർന്നു, പിന്നെ അതിനെ ശുദ്ധിയാക്കി. അങ്ങനെയല്ല ഇത്. അവിടെ ഒരിക്കലും അത് സംഭവിച്ചിട്ടേ ഇല്ല. സ്വഭാവശുദ്ധ. ആദോ ബുദ്ധ തഥാ മുക്താഹ. ഇത് നിത്യമായി ബുദ്ധനും മുക്തനുമാണ്. നിത്യനായി ജ്ഞാനിയാണ്, നിത്യനായി മുക്തനുമാണ്. പിന്നെ ബന്ധനം എവിടെ സംഭവിക്കും? നിത്യമുക്തമല്ലാത്ത ഒരാത്മാവില്ല. യസ്മാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. നിത്യമായി തന്നെ ശുദ്ധമായിരിക്കുന്നു, ബുദ്ധനായിരിക്കുന്നു. സ്വയം പ്രകാശിക്കുന്നു, മുക്തനായിരിക്കുന്നു, സംസാര സ്പർശമില്ലാതിരിക്കുന്നു. അല്ല, ഇതൊന്നും ഒരുത്തന്റെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയെടുത്തതല്ല, ഇത് അഭ്യാസം കൊണ്ട് സാധിച്ചതല്ല. ഇത് നിത്യം അങ്ങനെയാണ് എന്നാണ്. അതാണ് ഇതിന്റെ സ്വഭാവം. അതുകൊണ്ട് ആവരണം ഉണ്ടായി നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. നിത്യമുക്തന്മാര് തന്നെയാണ്. ബന്ധനത്തിൽ നിന്ന് മോചിക്കുകയല്ല, ബന്ധനം ഇല്ലാതെ തന്നെ മോചിച്ചിരിക്കുന്നു. യദ്യവും കഥം ദഹി ബുദ്ധ്യന്തയിത്തിച്ചത്. ഇതാണ് വാസ്തവമെങ്കിൽ നിങ്ങളിങ്ങനെയാണ് പറയുന്നത്, ആത്മാവിനെ അറിയുന്നു, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ജ്ഞാനി എന്നെങ്ങനെ പറയാൻ പറ്റും? ജ്ഞാനമുള്ളവനല്ലേ ജ്ഞാനി എന്ന് പറയുന്നു. ജ്ഞാനത്തിന്റെ ആവശ്യം എന്തോ? കാരണം ആത്മാവ് നിത്യമുക്തമാണെങ്കിൽ അവിടെ നശിപ്പിക്കാൻ ഒരു അജ്ഞാനമില്ല. അജ്ഞാനമില്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ബുദ്ധിയന്തേ, ഞാൻ ആത്മാവിനെ അറിയുന്നു എന്നാർക്കെങ്കിലും പറയാൻ പറ്റും? ആരെങ്കിലും ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയാൻ കഴിയും? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണോ? കഥം തർഹി ബുദ്ധിയന്തേ തിച്ചിരി നായകാഹ സ്വാമിനഃ
നായകന്മാർ, ഗുരുക്കന്മാർ സമർത്ഥാഹ ബോധം ബോധനശക്തിമത് സ്വഭാവ, അവരെങ്ങനെ സമർത്ഥന്മാരായിത്തീരുന്നു, അവരെങ്ങനെ ആത്മാവിനെ ബോധിച്ചിരിക്കുന്നു. ബോധന ശക്തിമത് സ്വഭാവ, അതെങ്ങനെ സംഭവിക്കും? ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടുത്തുന്നു? ആത്മാവ് നിത്യമുക്തനായിരിക്കുക, അത് ശിവജ്ഞാനിയും ആയിരിക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അനുഭവപ്പെടുന്നുണ്ട്. നിത്യമുക്തി എന്ന് പറയുന്നതും ജ്ഞാനി എന്ന് പറയുന്നതും രണ്ടാണെന്ന് ഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് വരുന്നത്. അത് രണ്ടും ഒന്നാണ്. നിത്യമുക്തൻ എന്ന് പറഞ്ഞാലും ജ്ഞാനി എന്ന് പറഞ്ഞാലും അർത്ഥവ്യത്യാസം. ഒരേ ഒരു തത്വത്തെ തന്നെ പറയുന്നു. ആവരണമുണ്ടായി നശിച്ചു എന്ന് പറയുന്നത് അത് എന്താണ്? ശബ്ദങ്ങളിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നതിന് വരുന്ന തകരാറുകളാണ്. ഉണ്ടെന്ന് പറയുന്നത് അസ്തിത്വം, അത് ആത്മാവിനെ സംബന്ധിച്ച് അത് ഉപയോഗിക്കുമ്പോൾ എന്താണ്? അസ്ഥി എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ വാച്യാർത്ഥത്തല്ല എടുക്കുന്നു. നമ്മൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അസ്ഥി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വാച്യാർത്ഥത്തെ എടുക്കുന്നു. എന്താണ് അവിടെ അസ്ഥി ശബ്ദത്തിന്റെ വാച്യാർത്ഥം? നമ്മൾ അസ്ഥി നാസ്തി രണ്ടും മാറി മാറി ഉപയോഗിക്കുന്നു. പ്രപഞ്ചത്തിൽ മാറി മാറി വരുന്നു. അപ്പോ അസ്ഥി ശബ്ദത്തിന്റെ വാച്യാർത്ഥം പരമാർത്ഥമല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ യഥാർത്ഥമെന്നാണ് ധരിക്കുന്നത്. ഒരു വസ്തുവിനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സത്യമാണ്, യഥാർത്ഥമാണെന്നാണ് ധരിക്കുന്നത്. പക്ഷെ ഉണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണോ? അതിവിടെ കേവലം പ്രതീതി മാത്രമാണ്, പരമാർത്ഥമെന്നല്ല. ആത്മാവിനെ സംബന്ധിച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ വാച്യാർത്ഥത്തെ അല്ല ഗ്രഹിക്കുന്നു, ലക്ഷ്യാർത്ഥത്തെയാണ്. ആ ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കേവലം പ്രതീതിയല്ല, മറിച്ച് അത് പരമാർത്ഥമാണ്. പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീതിയല്ലാത്ത പ്രതീതിയിൽ ആണ് എന്താണ്? അസ്ഥി നാസ്തി എന്നിങ്ങനെ ദ്വന്ദ്വാത്മകമായ അനുഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥത്തിൽ അങ്ങനെയല്ല. അസ്ഥി എന്ന ആത്മാവിനെ സംബന്ധിച്ച് ബോധിപ്പിക്കുമ്പോൾ അത് അതിന്റെ ലക്ഷ്യത്തിൽ മാറ്റമില്ലാത്ത ഒന്നിനെയാണ് ബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് അസ്ഥി എന്ന് പറയുന്ന അനുഭവം പ്രതീതമാകുന്നത്. അഹമസ്മി എന്നുള്ള അനുഭവം. അതുകൊണ്ടാണ് അത് ഒരിക്കലും മാറ്റം അനുഭവപ്പെടാത്തത്. അനുഭവം നിലനിൽക്കുന്നിടത്തോളം അതിന് മാറ്റം വരുന്നില്ല. അഹമസ്മി എന്നല്ലാതെ അഹം നാസ്മി അങ്ങനെ അനുഭവം ആർക്കും ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഒരേ ശബ്ദം തന്നെ അർത്ഥത്തെ അവിടെ ലക്ഷ്യത്തിൽ ബോധിപ്പിക്കുന്നു, പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ പരമാർത്ഥത്തെ ആശ്രയിച്ചുകൊണ്ട് അത് പ്രകാശിക്കുന്നു, ബാഹ്യമായി പ്രതീതമാകുന്നു. അതാണ് അസ്തിത്വബോധം. തന്നെ സംബന്ധിച്ചുള്ള അസ്തിത്വബോധം അത് മാറാതിരിക്കുന്നു. ബാഹ്യമായിട്ടാണെങ്കിലോ അസ്ഥി നാസ്തി മാറി മാറി വരുന്നു. എന്തുകൊണ്ട്? അവിടെ കേവലം പ്രതീതി ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് പറഞ്ഞു എന്താണ്? അജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ആവരണം നശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ അസ്ഥി എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് കേവലം പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ തന്നിൽ ഉപയോഗിക്കുന്നത് പോലെ പാരമാർത്ഥികം എന്നുള്ള അർത്ഥത്തിലല്ല. പ്രതീതമാകുന്നുണ്ട്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായി അനുഭവപ്പെടുന്നുണ്ട്. അജ്ഞാനം അവനെന്ത് പറയുന്നു?
ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, ഞാൻ ആത്മാവല്ല. നീ ആത്മാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഞാൻ ആത്മാവല്ല, ഇന്ന ആളാണെന്ന് പറയും. അവിടെ എന്താണ്? അവിടെ സത്യമായി പ്രതീതമാകുന്നുണ്ട്, സത്യമല്ലെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് ആവരണം ഒഴിയുന്നില്ല, അജ്ഞനിൽ നിന്നത് മാറുന്നില്ല. അത് ശരിയാണ്. ജ്ഞാനി എന്ന് പറയുമ്പോഴോ അവിടെ ആവരണം നിലനിൽക്കുന്നില്ല. അത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആവരണം സത്യമായി പ്രതീതമാകുന്നില്ല. അജ്ഞനെങ്ങനെയാണോ അത് സത്യമായി പ്രതീതമാകുന്നത്, അല്ലെങ്കിൽ അജ്ഞന്റെ പ്രതീതി എങ്ങനെയാണോ അവനെ സംബന്ധിച്ച് സത്യമായി അനുഭവപ്പെടുന്നത്, ജ്ഞാനിയുടെ പ്രതീതികൾ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സത്യമായി അനുഭവപ്പെടുന്നില്ല. സത്യമായി അനുഭവപ്പെടുന്നത് എന്താണ്? സ്വസ്വരൂപം തന്നെ. അവിടെ എന്താണ്? അലബ്ധാവരണനായിരിക്കുന്നു, ആവരണരഹിതനായിരിക്കുന്നു. ഇപ്പോൾ അയാളെ ജ്ഞാനിയെന്ന് വിളിക്കാനും പറയുന്നു. കാരണം ജ്ഞാനിയിൽ എന്താണോ പ്രതീതമാകുന്നത് അത് സത്യത്വ ബുദ്ധിയില്ല, അല്ലെങ്കിൽ പ്രതീതമാകുന്നില്ല ചിലത്. അപ്പോ ആവരണം അസ്ഥി എന്നല്ല ജ്ഞാനി പറയുന്നു. അജ്ഞനെന്ന് പറയുന്നു ആവരണം അസ്ഥി, ആവരണമുണ്ട്, എന്നിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നു. ജ്ഞാനിക്കത് പറയാൻ കഴിയുന്നില്ല. കാരണം സത്യമായൊരു പ്രതീതി ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നാസ്തി. അതാണ് നമ്മൾ പറഞ്ഞത്. ചിലർക്ക് ആവരണം നശിക്കുന്നില്ല, ചിലരെ സംബന്ധിച്ച് ആവരണം നശിക്കുന്നുണ്ട്. ആ പ്രതീതിയിൽ വരുന്ന സത്യാസത്യ ബുദ്ധികളെ ആശ്രയിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ജ്ഞാനിയെ സംബന്ധിച്ച് എന്താണ്? ആ ആവരണം നശിച്ചിരിക്കുന്നു, നാസ്തി. അങ്ങനെ ഒരു ആവരണമില്ല. ഞാൻ അജ്ഞനാണ് എന്ന് പറയേണ്ടി വരുന്നില്ല, ബന്ധനരഹിതനാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അജ്ഞനിൽ കാണുന്ന ബന്ധനമോ അതും കേവലം പ്രതീതിയാണെന്ന് ജ്ഞാനി അറിയുന്നു. അതുകൊണ്ട് ആദി മുക്തനായിരിക്കുന്നു, പ്രകൃതി നിർമ്മലനായിരിക്കുന്നു. സർവപ്രകൃതികളും അത് അസത്യമായി പ്രതീതമാകുന്നതാണ്, അല്ലാതെ പരമാർത്ഥമല്ല എന്നറിയുന്നു. ഇവിടെ ആദിബുദ്ധനായിരിക്കുന്നു എന്ന് പറയുന്നത് തഥാ ആദിമുക്തനായിരിക്കുന്നു. ഞാൻ അജ്ഞനാണ് കരുതുന്നിടത്തോളം കാലം അവന് ആദിബുദ്ധനായോ ആദിമുക്തനായോ ഇരിക്കാൻ കഴിയുന്നില്ല. ആജ്ഞാനം കേവല പ്രതീതിയാണ്, സത്യമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ ആദി ശുദ്ധനും ബുദ്ധനും മുക്തനും ആയിരിക്കുന്നു. അപ്പോൾ ഈ പ്രതീതിയെ ആശ്രയിച്ചിട്ടാണ്. പ്രതീതിയെ ആശ്രയിച്ചിട്ട് ഒന്ന് മുഖ്യമായിട്ടതാണ് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. തത്വം ഒന്നാണെങ്കിൽ അജ്ഞൻ ആ പ്രതീതികളെല്ലാം സത്യമായി ഗ്രഹിക്കുന്നു. അതേ പ്രതീതികളെ തന്നെ, ശരീരം ഉൾപ്പെടെയുള്ള പ്രതീതികളെ സത്യമല്ല എന്ന് ഗ്രഹിക്കുന്നു. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. സ്വരൂപത്തിൽ വ്യത്യാസം. അജ്ഞനും ആത്മസ്വരൂപം തന്നെ, ജ്ഞാനിയും ആത്മസ്വരൂപം തന്നെ. പക്ഷെ പ്രതീതിയിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, അജ്ഞനെ സംബന്ധിച്ച് തന്റെ പ്രതീതികളോട് താതാത്മ്യപ്പെടുന്നു. നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്ത അധ്യാസം, ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളോട് ബോധം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിന് വേർതിരിക്കാൻ കഴിയുന്നില്ല. ചിത്തിനെയും ജഡത്തെയും വേർതിരിക്കാൻ കഴിയുന്നില്ല. പറഞ്ഞല്ലോ, പാലിന്റെയും വെള്ളത്തിന്റെയും മിശ്രിതത്തിൽ നിന്ന് പാലിനെ വേർതിരിക്കും ഹംസം. അത് മറ്റൊരു പക്ഷികൾക്ക് അതിനുള്ള ശേഷിയില്ല. എന്തുകൊണ്ട്? അത് താതാത്മ്യപ്പെട്ടുപോയി, ഒന്നായിപ്പോയി, രണ്ടായിട്ടല്ല നിൽക്കുന്നു. ഇവിടെ ജ്ഞാനവും അജ്ഞാനവും അങ്ങനെ കലർന്നിരിക്കുകയാണ്. ഇരുട്ടും വെളിച്ചവും കലരുന്നു പോലെ അതിനെ വേർപിരിക്കാൻ വയ്യ. അതെന്താണ്? ഈ പ്രതീതികളിൽ
അജ്ഞാനം, ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രതീതികൾ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രതിഭാസങ്ങളിൽ അതിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അഹം എന്ന് താതാത്മ്യപ്പെടുന്നു. അവിടെ എങ്ങനെ അഹം അജ്ഞഃ, ഞാൻ അജ്ഞനാണ്. അഹംബോധം അവിടെ എന്താണ്? ശുദ്ധമായ ബോധമാണ് സ്ഫരിക്കുന്നത്. പക്ഷെ അതിനോട് അജ്ഞാനത്തെ ചേർക്കുന്നു, ഒന്നാക്കി അനുഭവപ്പെടുത്തുന്നു. അതാണ് താതാത്മ്യം. വേർപിരിക്കാൻ കഴിയുന്നില്ല. ആ ബോധം താതാത്മ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട്, ബോധവും അജ്ഞാനവും താതാത്മ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ശരീരം പോലെയുള്ള പ്രതീതികളിലും ആ ബോധ താതാത്മ്യം വരുന്നു. മമത, എന്റേത് എന്നിങ്ങനെ വരുന്നു. ഈ താതാത്മ്യം, ബോധത്തിന്റെ താതാത്മ്യം, അജ്ഞാനത്തോടും അജ്ഞാന കാര്യങ്ങളോടും വരുന്ന ഈ താതാത്മ്യം, ഇതും അസ്തിത്വബോധം പോലെ തന്നെ ഇവനെ അജ്ഞനാക്കി നിലനിർത്തുന്നതാണ്. ഒന്ന് അസ്തിത്വബോധം, മറ്റൊന്നതിനുള്ള താതാത്മ്യം, പ്രതീതിയോടുള്ള താതാത്മ്യം. ഇത് ഒരുവനെ അജ്ഞനാക്കി നിർത്തുന്നു. ജ്ഞാനിയിലാണെങ്കിലോ, ജ്ഞാനി അസ്തിത്വബോധം നഷ്ടപ്പെട്ടു. ഇത് സത്താണ്, ഈ പ്രതീതികളാണ് പരമാർത്ഥം എന്നുള്ള ആ ബോധം നഷ്ടപ്പെട്ടു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പരമാർത്ഥം? പരമാർത്ഥം ത്രികാലാബാധിതമായിരിക്കുന്നതാണ്. എന്താണ് ഈ പരമാർത്ഥമെന്ന് പോലും ഗ്രഹിക്കാതെ എന്ത് ചെയ്യുന്നു? ഈ പ്രതീതികളെ പരമാർത്ഥമെന്ന് ഗ്രഹിക്കുന്നു, സത്യമെന്ന് ഗ്രഹിക്കുന്നു. സത്യം എന്താണെന്ന് അവനറിയില്ല, എന്നാലും ഇതിനെ സത്യമെന്ന് ഗ്രഹിക്കുന്നു. ആ സത്യത്തെ ഉൾക്കൊള്ളാതെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥ സ്വസ്വരൂപമാണ്. മറ്റു പ്രതീതികൾ, ആ പ്രതീതികൾ അസത്യപ്രതീതികളാണ്, കേവലം കൽപ്പന മാത്രമാണ്. അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാം. കാരണം ഈ ബോധത്തിൽ, പ്രകാശത്തിൽ, അത് മായാരൂപത്തിൽ എങ്ങനെ സംഭവിക്കാമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആത്മാവിൽ എങ്ങനെ സൃഷ്ടി സംഭവിക്കാം? ആത്മാവിൽ എങ്ങനെ അനാത്മാവ് സംഭവിക്കാം? ആത്മാവിൽ എങ്ങനെ ബന്ധനം സംഭവിക്കാം? ഈ ചോദ്യത്തിലെല്ലാം നമ്മളറിയാതെ ഒരു ഭ്രമത്തിൽപ്പെട്ടിരിക്കണം. എന്താണോ ഈ ബന്ധനം, അനാത്മാവ്, മായ, അജ്ഞാനം, ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ അതെല്ലാം എങ്ങനെ സത്യമായി സംഭവിച്ചു എന്നാണ് നമ്മൾ ചോദ്യം. എന്തുകൊണ്ട്? ഇതിലെല്ലാം സത്യത്തെ ബുദ്ധിയുള്ളതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിനെല്ലാം പരമാർത്ഥമാണെന്ന് ഭ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, ആത്മാവിൽ എങ്ങനെ അജ്ഞാനം സംഭവിക്കാം? ആത്മാവ് നിത്യശുദ്ധം മുക്ത സ്വഭാവമാണെങ്കിൽ അതിനെങ്ങനെ സംഭവിക്കാം? അപ്പൊ ആ ചോദ്യത്തിലൊരു പെശ കൊണ്ട് എന്താണ്? ഇതിൽ ഈ സംഭവങ്ങൾ അത് വാസ്തവ സംഭവങ്ങളാണെന്ന് ധരിച്ചിട്ട് അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആത്മാവ് നിത്യമുക്തമാണ്, പൂർണ്ണമാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന എന്താണ്? നമ്മളിവിടെ എന്തൊക്കെയാണോ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതുന്നത് അത് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് നിർഗുണത്തിൽ നിന്ന് സഗുണമുണ്ടായി എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഉണ്ടാകുന്നില്ലല്ലോ. ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പരമാർത്ഥമായി എന്തോ സംഭവിക്കുന്നു എന്ന് ധരിച്ചുപോയി. മറിച്ച് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് കേവലമായ ഒരു പ്രതീതി മാത്രമാണ്. ആ പ്രതീതി രൂപത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുകയാണ്, അല്ല അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മം പൂർണ്ണമാണ്, നിത്യമുക്തമാണ് എന്നുള്ള തത്വത്തെ ഒരാൾ ഉൾക്കൊണ്ടാൽ, അറിഞ്ഞാൽ, അതിനെ അംഗീകരിച്ചാൽ പിന്നെ രണ്ടാമതൊന്ന് എങ്ങനെ ഉണ്ടായി ഇതെല്ലാം എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല.
ശരി, അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം എനിക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ടല്ലോ, അജ്ഞാനം എന്നെ പിടികൂടിയിരിക്കുകയാണല്ലോ, എനിക്ക് ബന്ധനം അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിന് കാരണം ഇതാണ്. ഒന്ന്, ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിന് നീ സത്യമാണെന്ന് കരുതുന്നു, അടുത്ത് നീ അതിനോട് താതാത്മ്യപ്പെടുന്നു. ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും മാറുന്നതിനോ ഇതിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം അതേ സ്വരൂപത്തെക്കുറിച്ചുള്ള എന്താണ്? താൻ പൂർണ്ണനാണ്, താൻ അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. പ്രകൃതി നിർമ്മല, സ്വഭാവശുദ്ധ, ബുദ്ധനാണ്, മുക്തനാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഈ ബോധത്തിലാണ് ഈ അനുഭവങ്ങൾ, പ്രതീതികളെല്ലാം അസത്യമാണെന്ന് ബോധിക്കുന്നു. ഈ ബോധത്തിൽ എന്താണ് മനസ്സിലാക്കുന്നു? സ്വസ്വരൂപമാണ് സത്യം. അതിനെക്കുറിച്ച് പറഞ്ഞ നിത്യശുദ്ധം ബുദ്ധമുക്ത സ്വഭാവം. ഈ അനുഭവപ്പെടുന്നതോ അതെല്ലാം കേവലം പ്രതീതി മാത്രം. അതുകൊണ്ടാണ് ആത്മബോധം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം നശിക്കുന്നു എന്ന് പറയുന്നത്. ആ നാശം എങ്ങനെ സംഭവിക്കുന്നു? സൃഷ്ടിസ്ഥിതി നാശങ്ങൾ ബാഹ്യമായി വസ്തുക്കളിൽ കാണുന്നത് പോലെ പ്രതീതി നിലനിന്നാലും പ്രതീതി ഇല്ലാതായാലും ആ പ്രതീതി ആശ്രയിച്ചല്ല അവിടെ തത്വജ്ഞാനിയുടെ ബോധം നിലനിൽക്കുന്നത്. അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ പ്രതീതി ആശ്രയിച്ച് അവന്റെ ബോധം നിലനിൽക്കുന്നു. ഉത്പന്നമാകുമ്പോൾ അവനത് ഉത്പന്നമാകുന്നു എന്ന് കരുതുന്നു, നശിക്കുമ്പോൾ നശിക്കുന്നു എന്ന് കരുതുന്നു. ഇങ്ങനെ ശരീരാദികളെ സംബന്ധിച്ച് കരുതുന്നു. തത്വജ്ഞാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ പ്രതീതി ആശ്രയിച്ചിട്ടല്ല, പ്രതീതി ആശ്രയിക്കാതെ സ്വസ്വരൂപത്തെ ആശ്രയിച്ച് ബോധം നിലനിർത്തുന്നു. സ്വസ്വരൂപത്തെ അവനറിയുന്നു. നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവം എന്നറിയുന്നു. അറിയുമ്പോൾ പ്രതീതി സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് അവൻ ബോധിക്കുന്നുവെന്ന് പറയുന്നതിന് തെറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കഥം തർഹി ബുദ്ധ്യന്റെ ഇത്യുച്യതേ. അതായത് ഈ ആത്മാവ് നിത്യശുദ്ധമുക്തമായിരിക്കെ, അത് ജ്ഞാനമായിരിക്കെ, ഈ സർവനാനാത്വത്തെയും അവന് ബോധിക്കാൻ കഴിയും. ആത്മാവ് തന്നെയാണ് ബോധിക്കുന്നത്. ജ്ഞാനസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് സർവനാനാത്വത്തെയും ബോധിക്കുന്നു. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബോധം സംഭവിക്കാമെങ്കിൽ അതേ ആത്മാവിന് തന്നെ അതിനെ നിഷേധിക്കുന്ന ഒരു ബോധം സംഭവിക്കാം. ബോധത്തിൽ എന്ത് സംഭവിക്കാമെന്നുള്ളതാണ്. നിർഗുണമായിരിക്കുന്ന ഈ ബോധത്തിൽ എങ്ങനെ ആത്മബോധം അങ്ങനെ ഒന്നുണ്ടാകുന്ന ചോദ്യത്തിന്റെ താല്പര്യം. ആത്മബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണെങ്കിൽ ബോധത്തെ സ്വസ്വരൂപമായി പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരാ ബോധിക്കുന്നത്? സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് ഒരു ബോധം ഉണ്ടാകും, ഉണ്ടാകില്ലെന്നാ പറയുന്നത്. പക്ഷെ സ്വരൂപത്തിൽ ബോധം ഉണ്ടാകാം. പക്ഷെ ആ ബോധം വേറിട്ടൊന്നിനെ ബോധിക്കാൻ വേണ്ടിയിട്ടല്ല, വേറിട്ടൊന്നിനെ ബോധിക്കുന്നതല്ല. അത് അഗ്നിയും അതിന്റെ പ്രഭയും പോലെ, സൂര്യനും അതിന്റെ പ്രഭയും പോലെ അതിൽ നിന്ന് ഭിന്നമാകാതെ ഒരു ബോധം ഉണ്ടാകാം. കാരണം അത് ഏകമായിരുന്നിട്ട് തന്നെ അതിൽ നാനാത്വ ബോധങ്ങൾ ഉണ്ടാകുന്നില്ല. അതെങ്ങനെ സംഭവിക്കുന്നു? അജ്ഞാനം എങ്ങനെ സംഭവിക്കാമോ അതുപോലെ ജ്ഞാനം സംഭവിക്കും. അജ്ഞാനം സംഭവിക്കുന്നു എന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, സർവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പറയണം ഞാൻ ജ്ഞാനിയാണ്. അത് നിർഗുണമായിരിക്കുന്ന ഇതിൽ അജ്ഞാനം ഉണ്ടെന്ന് അംഗീകരിക്കാം. അതിന് മറ്റാരും ബുദ്ധിപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വയം പറയുന്നു ഞാൻ അജ്ഞനാണ്. അപ്പോൾ നിർഗുണത്തിൽ അജ്ഞാനം സംഭവിക്കാമെങ്കിൽ നിർഗുണത്തിൽ ജ്ഞാനം സംഭവിക്കാം. ആ ജ്ഞാനം ആ സ്വസ്വരൂപത്തിൽ നിന്ന് വേറിട്ടൊന്നായിരിക്കത്തില്ല.
അതിന്റെ തന്നെ പ്രഭയായിരിക്കും. എന്തിനു വേണ്ടി? ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിനെ അറിയുന്നു, ആത്മസ്വരൂപമാണ് എന്നുള്ള ഈ ബോധവ്യവഹാരം, ഞാൻ മുക്തനാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, ഈ തരത്തിലുള്ള ബോധവ്യവഹാരത്തിൽ യുക്തിഹീനതയൊന്നുമില്ല എന്നാ പറയുന്നു. ആത്മാവിൽ അബോധവ്യവഹാരം, അതിന് യുക്തിഹീനതയില്ലെങ്കിൽ ബോധവ്യവഹാരത്തിനും യുക്തിഹീനത ഇല്ല. ആണ് യഥാ നിത്യപ്രകാശ സ്വരൂപോപി സവിത പ്രകാശത്തെ ഇത്യുച്യത്തെ. അത് ബോധത്തിന്റെ സ്വഭാവമാണ്. വാസ്തവത്തിൽ സൂര്യൻ അത് തന്നെ പ്രകാശമാണ്, സ്വയം അത് പ്രകാശമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് എന്താണ്? അത് പ്രകാശിക്കുന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ ധാരണ എന്താ വരുന്നത്? പ്രകാശിക്കാതിരുന്ന ഒന്നിൽ പ്രകാശിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി സംഭവിക്കുന്നു. നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇതുവരെ ഇരുന്ന ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അന്ധകാരത്തെ അപേക്ഷിച്ചിട്ടാണ്. നടക്കുക എന്ന് പറയുന്നത് സ്ഥിതിയെ അപേക്ഷിച്ചിട്ടാണ്. സാപേക്ഷമായ കാര്യങ്ങളാണ്. പക്ഷേ ആദ്യത്തിനെ സംബന്ധിച്ച് എന്താണ്? അത് ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കുകയാണോ? അല്ല, ഇരുട്ടിനെ അപേക്ഷിച്ചത് പ്രകാശിക്കുക, സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആപേക്ഷികമായ പ്രകാശത്തെ അതിലെങ്ങനെ പറയുന്നു? ലൈറ്റിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇരുളാണ്, സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് പറയാം പ്രകാശിക്കുന്നു. എന്തുകൊണ്ട്? അതുവരെ അത് ഇരുളായിരുന്നു. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. മുമ്പ് പ്രകാശിച്ചില്ല, ഇപ്പൊ പ്രകാശിക്കും. സൂര്യനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അത് ഇന്നലെയും എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകാശിക്കാതിരുന്ന കണ്ടിട്ടല്ല നമ്മൾ പറയുന്നത് പ്രകാശിക്കുന്നു, മറിച്ച് അതിന്റെ സ്വരൂപം തന്നെ അതാണ് പ്രകാശമാണ്, വിരലിനെ അപേക്ഷിക്കുന്ന പ്രകാശമാണ്. അതുപോലെ ഈ ആത്മസ്വരൂപവും പ്രകാശമാണ്, ബോധമാണ്. ബോധമാണെങ്കിലും അവിടെ ഞാൻ ബോധത്തെ ബോധിക്കുന്നു എന്നൊരു വ്യവഹാരം സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് ദോഷമില്ല. എന്തുകൊണ്ട്? അതതിന്റെ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു ക്രിയയായിരിക്കത്തില്ല. ജ്ഞാനത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് ക്രിയയല്ല. കാരണം അതിൽ നിന്ന് വേറിട്ട ഒന്നല്ല. സൂര്യൻ ആകാശത്തിലാണ്, അതിന്റെ പ്രഭ ഭൂമിയിലാണ്. നമ്മൾ ധരിക്കുന്ന എന്താണ്? ആകാശത്തിൽ നിന്ന് ആ സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്തിയെന്നാണ്. ആകാശത്ത് നിൽക്കുന്ന സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ ആ സൂര്യനും പ്രഭയും രണ്ടാകണമെന്നില്ല. ഒന്നായിരുന്നാലും അത് സംഭവിക്കും. ഒന്നാണെങ്കിൽ പിന്നെ എന്തിനത് ആകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയെന്ന് പറയുന്നു? അങ്ങനെ പറയുമ്പോഴും അത് രണ്ടാണെന്ന് ധരിച്ചിട്ടില്ല, ഒന്ന് തന്നെ. ആകാശത്ത് നിൽക്കുന്ന ആ സൂര്യൻ തന്നെയാണ് ഭൂമിയിൽ പ്രഭാരൂപത്തിലിരിക്കുന്നത്. അവിടെയും അത് കാണുന്നത് പ്രകാശമായിട്ട് തന്നെ, ഇവിടെയും അത് കാണുന്നത് പ്രകാശമായിട്ട് തന്നെ. അത് രണ്ടല്ലാതെ തന്നെ നമുക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നു, ഒന്നിനെ തന്നെ തോന്നുന്നു, ഒരേ ഒരു പ്രകാശത്തെ തന്നെ. പ്രകാശത്തെ നമുക്കവിടെ രണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരേ പ്രകാശത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ മതി. ഒരേ ബോധത്തിൽ, ആത്മസ്വരൂപമായിരിക്കുന്ന ബോധത്തിൽ എല്ലാ വ്യവഹാരങ്ങളും സംഭവിക്കാം. പ്രതീതി എന്നുള്ള നിലയ്ക്ക് ബോധവ്യവഹാരങ്ങൾ. വാസ്തവത്തിൽ സർവ പ്രപഞ്ച അനുഭവങ്ങളും നേരത്തെ പറഞ്ഞു എന്താണത്? തുര്യന്റെ സ്പന്ദനമാണ്, എന്നുവെച്ചാൽ ബോധവ്യവഹാരമാണ്. കേവലമായ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബോധത്തെ ആശ്രയിച്ചതെല്ലാം നിൽക്കാം. ജഡമായ പ്രകാശത്തിന് ഇതെല്ലാം സംഭവിക്കാമെങ്കിൽ ചൈതന്യവത്തായ ബോധത്തിനും ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ അവിടെ ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ സംഭവിക്കാം, ജ്ഞാനം അജ്ഞാനം എന്ന വ്യവഹാരങ്ങൾ സംഭവിക്കാം. ആ വ്യവഹാരങ്ങളൊന്നും തന്നെ പരമാർത്ഥമാണ്.
പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? ഈ വ്യവഹാരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നു. എന്തായാലും ഈ വ്യവഹാരം സത്യമായിക്കൊള്ളട്ടെ, പ്രതീതി ആയിക്കൊള്ളട്ടെ, ഇതിവിടെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് വാസ്തവമാണ്. പ്രപഞ്ച പ്രതീതി സംഭവിക്കുന്നു, അത് നമ്മുടെ അനുഭവമാണ് സർവ്വത്തിൽ. അങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ അതിനൊരാധാരം വേണം. എവിടെ അത് സംഭവിക്കുന്നു? ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് സ്ഥായി, അസ്ഥായിയായിരിക്കുന്ന ഇത് എവിടെ സംഭവിക്കുന്നു? ഇത് സംഭവിക്കാൻ സ്വസ്വരൂപമല്ലാതെ മറ്റൊരു സ്ഥലമില്ല. അത് ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നു. അവിടെ ഇതൊക്കെ സംഭവിക്കുന്നു. അവിടെയാണിത് സംഭവിക്കുന്നെങ്കിൽ ഇതിനെന്ത് പറയും? അതിന്റെ തന്നെ സ്വഭാവമാണ്. അതിന്റെ തന്നെ സ്വഭാവം അജ്ഞന് സത്യമായും ജ്ഞാനിക്ക് അവാസ്തവമായും അനുഭവപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. അജ്ഞൻ ഇതെന്താണെന്ന് ഗ്രഹിക്കുന്നില്ല. താൻ ആത്മസ്വരൂപമാണെന്നോ ആത്മസ്വരൂപമായ തന്നിൽ നടക്കുന്നതെന്നാണ് ഈ വ്യവഹാരങ്ങളെന്നോ അവൻ ഗ്രഹിക്കുന്നില്ല. തത്വജ്ഞൻ അത് ഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുന്നുണ്ട്. എന്താ ഫലം? തത്വജ്ഞൻ ഈ ബന്ധനത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. തത്വജ്ഞന് പറയാൻ കഴിയുന്നു, ഞാൻ നിത്യമുക്തനാണ്. നിത്യമുക്തനിലും വ്യവഹാരങ്ങൾ സംഭവിക്കുക, അതാണ് പറഞ്ഞു വരുന്നത്. അത് പ്രതീതി രൂപത്തിലെന്നേ ഉള്ളൂ. ആ വ്യവഹാരം സത്യമല്ല എന്ന് ബോധിച്ചുകൊണ്ട് അവിടെ വ്യവഹാരം സംഭവിക്കുന്നു. അതുകൊണ്ടൊരാൾക്ക് ഞാൻ ജ്ഞാനിയാണ് എന്ന് പറയാം. ഒരാൾക്ക് അജ്ഞാനിയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ മറ്റൊരു ജ്ഞാനിയെന്നും പറയാം. രണ്ടനുഭവത്തിനും വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. യഥാ നിത്യപ്രകാശ സ്വരൂപോപി സവിത പ്രകാശത്തെ ഇത്യുച്യതേ. നിത്യപ്രകാശ രൂപത്തിലുള്ള സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. യഥാവ നിത്യ നിവൃത്തഗതയോപി നിത്യമേവ ശൈലാഹ തിഷ്ഠന്തി ഇത്യുച്യതേ തദ്വത്. നമ്മൾ പറയാറുണ്ടല്ലോ, ശൈലാഹ തിഷ്ഠന്തി, പർവ്വതം നിൽക്കുന്നു, എന്റെ മുമ്പിലൊരു വലിയ പർവ്വതം നിൽക്കുന്നു. അത് പറയുന്നത് ശരിയല്ല വാസ്തവത്തിൽ. എന്തുകൊണ്ട്? പർവ്വതം ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. സഞ്ചരിച്ചെങ്കിലേ നമുക്ക് പറയാൻ പറ്റുമോ നിൽക്കുന്നു. സഞ്ചരിക്കാത്ത ഒന്ന് നിൽക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? കാരണം സ്ഥിതിയും ഗതിയും പരസ്പര വിരുദ്ധമായ ആപേക്ഷികമായ കാര്യങ്ങളാണ്. സ്ഥിതിയുള്ളിടത്ത് ഗതി വരുന്നു, ഗതിയുള്ളിടത്ത് സ്ഥിതി വരുന്നു. പക്ഷെ നിശ്ചലമായിരിക്കുന്ന പർവ്വതങ്ങളെ സംബന്ധിച്ചും അത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല, ഗതിയില്ലാത്തതുകൊണ്ട്. ആപേക്ഷികമായി അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ പറയുന്നു. എന്തിനു പറയുന്നു? അതിന്റെ ഒരു സ്വരൂപസ്ഥിതിയെ കാണിക്കാൻ വേണ്ടി പറയുന്നു. അതുപോലെ വാസ്തവത്തിൽ ഈ ബോധത്തിൽ ബോധക്രിയയില്ല. ബോധക്രിയകൾ സംഭവിക്കുന്നു നമ്മൾ കരുതുന്നു. നമ്മൾ പറയുന്നു ബോധത്തിന് പരിണാമം സംഭവിക്കുന്നു, ബോധം സഞ്ചരിക്കുന്നു, ബോധം ചലിക്കുന്നു എന്നെല്ലാം പറയുന്നു. ബോധം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ പറയും മനസ്സ് പരിണമിക്കുന്നു, മനസ്സിന് ചലനം സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്നു. മനസ്സ് ഉന്മേഷമായിരിക്കുന്നു, അത് മൂഢമായിരിക്കുന്നു, മനസ്സ് പ്രകാശിക്കുന്നു, മനസ്സ് മങ്ങിയിരിക്കുന്നു. ഇങ്ങനെ മനസ്സിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നത് വാസ്തവത്തിൽ ഇതൊന്നും മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ധരിക്കുന്നത്? നമ്മുടെ അറിവിനെയാണ് മനസ്സെന്ന് പറയുന്നത്, നമ്മുടെ ബോധത്തെയാണ്. ആ നമ്മുടെ ബോധത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് വെറുതെ കൽപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സാകുന്ന ബോധത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ എന്താ എവിടെയാ ഇതൊക്കെ സംഭവിക്കുന്നത്? ആ മനസ്സാകുന്ന ബോധത്തിൽ തന്നെ ഈ മായ കൊണ്ട് പലതിനെയും കൽപ്പിക്കുന്നു. സൂക്ഷ്മമായ മനസ്സിന്റെ ഈ പ്രകാശത്തിന് അവലംബമായിരിക്കുന്ന സൂക്ഷ്മ ജഡങ്ങൾ തുടങ്ങി സുഖം ദുഃഖം തുടങ്ങിയ അനുഭവങ്ങളെ തുടങ്ങി ശരീരത്തിൽ തുടങ്ങി ബാഹ്യമായി പ്രപഞ്ചം വരെയുള്ള സർവത്തെ ആ മനസ്സാകുന്ന ബോധത്തിൽ ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ടാണ് പറയുന്നത്.
ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനെല്ലാം സത്യമായി കരുതി അതിനോട് താതാത്മ്യപ്പെട്ടിട്ട്, അല്ലാതെ അതൊന്നും ആ മനസ്സിന്റെ അല്ല, ബോധരൂപത്തിലുള്ള മനസ്സിന്റെ അല്ല, ജഡരൂപത്തിലുള്ള മനസ്സിന്റെ പ്രതീതികളുടെയാണ്. അതിനെയാണ് നമ്മൾ മനസ്സായി തെറ്റിദ്ധരിക്കുന്നത്. അതും ചെയ്യുന്നു. സൂക്ഷ്മമായ ജഡത്തെ തന്നെ ബോധമായി തെറ്റിദ്ധരിക്കുന്നു. അതിന്റെ ചലനങ്ങൾ സംഭവിക്കുന്നു. മനസ്സിന് ഉന്മേഷം വരിക, മനസ്സ് ക്ഷീണിക്കുക, ആനന്ദം വരിക, ദുഃഖം വരിക, ഇതൊക്കെ എന്താണ്? ബോധമാകുന്ന മനസ്സിന്റെ അല്ല, അതെല്ലാം സൂക്ഷ്മജഡത്തിന്റെയാണ്. സൂക്ഷ്മജഡത്തിന്റെ ചലനങ്ങൾ, പരിണാമങ്ങളാണ്. അത് ഈ ബോധത്തിലേക്ക് ആരോപിക്കുന്നു, ബോധ മനസ്സിലേക്ക് ആരോപിക്കുന്നു. എന്നിട്ട് പറയുന്നു അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നത് പോലെ ഈ സൂക്ഷ്മജഡത്തിനും മറ്റുമുള്ള സത്യത്വ ബുദ്ധി നശിച്ച് അതിനോടുള്ള താതാത്മ്യം വിട്ടാലും ഒരുവന് പിന്നെ എന്താണ്? അതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, എന്റെ മനസ്സ് മാറുന്നു. താതാത്മ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ പറയുന്നു. അതുപോലെ ആ താതാത്മ്യത്തെ വിട്ടിട്ട് ആ പ്രതീതികൾ നിലനിൽക്കെ ആ പ്രതീതികളെല്ലാം വിട്ടിട്ട് കേവലമായ പ്രകാശസ്വരൂപമായിരിക്കുന്ന ആ ബോധത്തെ ആശ്രയിച്ച് തത്വജ്ഞാനിക്കും വിവരിക്കാം. എന്താണ്? ഞാൻ അറിയുന്നു, ഞാൻ ആത്മാവിനെ അറിയുന്നു. അങ്ങനെയുള്ള വ്യവഹാരത്തിന് ആ തത്വജ്ഞാനി ഈ പ്രകൃതിയുടെ തന്നെ ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും ശുദ്ധമായ, ഏറ്റവും സാത്വികമായ പരിണാമങ്ങളെ ആശ്രയിച്ചിട്ട് ഞാൻ നിത്യനാണ്, മുക്തനാണ്, ബോധസ്വരൂപനാണ് എന്ന് വ്യവഹരിക്കാം. അങ്ങനെ വ്യവഹരിക്കുന്നത് ഒരിക്കലും നമ്മൾ ധരിക്കുന്നത് പോലെ ബോധത്തിലെ ക്രിയകളല്ല. അങ്ങനെ ഒരു വ്യവഹാരം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണോ? അവിടെയും ശുദ്ധവും സാത്വികവുമായ ആ പ്രകൃതിയുടെ പരിണാമമാണ്. അല്ലാതെ ബോധത്തിലെ ക്രിയ സംഭവിക്കുന്നില്ല. ബോധത്തിൽ ക്രിയ സംഭവിക്കാതെ തന്നെ ഒരാൾക്ക് ഞാൻ മുക്തനാണ്, ഞാൻ ബോധത്തെ അറിയുന്നു എന്ന് പറയാം. അതുകൊണ്ട് ആ ജ്ഞാനികളുടെ അനുഭവം അനുസരിച്ചുകൂടെ പറയുകയാണ്, അജ്ഞന്റെ അനുഭവം അനുസരിച്ചല്ല നിത്യമുക്തനാണ്, സ്വഭാവ നിർമ്മലനാണ്. അതാണ് മുഖ്യമായ തത്വം, അതാണ് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്നാണ് പറയുന്നത്. അലബ്ധാഭരണ സർവേ ധർമാ പ്രകൃതി നിർമ്മല ആദോ ബുദ്ധാസ്തഥാ മുക്ത ബുദ്ധ്യന്തേ ഇതി നായകാഃ. കർമ്മത്തെ നഹി ബുദ്ധസ്യ ജ്ഞാനം ധർമ്മേഷു കായിന സർവേ ധർമാസ്തഥാ ജ്ഞാനം നൈതദ്ബുദ്ധേന ഭാഷിതം. യസ്മാത് നഹി ക്രമതേ ബുദ്ധസ്യ പരമാർത്ഥദർശിനോ ജ്ഞാനം വിഷയാന്തരേഷു ധർമ്മേഷു ധർമ്മസംസ്ഥം സവിതരീവ പ്രഭ. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ബുദ്ധനാണ് എന്നൊരാൾ പറയുന്നു. ഞാൻ ബുദ്ധനാണെന്നൊരാൾ അറിയുന്നു. അതാണ് ബുദ്ധന്റെ ജ്ഞാനം, സ്വരൂപജ്ഞാനം. ജ്ഞാനം സ്വരൂപം ആണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ വൃത്തികളൊന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ അതിന് പ്രത്യേക ഒരു ആകാരം വരാൻ പാടില്ല. ഞാൻ ബുദ്ധനാണ്, അഹം ബ്രഹ്മാസ്മി, അങ്ങനെ ഒരു ജ്ഞാനത്തിനൊരു പ്രത്യേക വടിവ് ആകാരം വരാൻ പാടില്ല.
അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ആത്മബോധമുള്ളവനെന്ന് ആരെയും കുറിച്ച് സങ്കല്പിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ജ്ഞാനി എന്നൊരാളെ എങ്ങനെ പറയാൻ പറ്റും? ഗുരുവിനെ ആരാണ്? ഗുരുവില്ലാതെ ഗുരുവില്ലെങ്കിൽ ഈ ഉപദേശത്തിനൊക്കെ എന്താ അർത്ഥം? അപ്പോ ഗുരുവുണ്ട്, ഉപദേശമുണ്ട്, ജ്ഞാനിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്താ അപ്പോ ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത? ജ്ഞാനം എന്ന് പറയുന്നത് കേവലം ജ്ഞാനിയുടെ സ്വരൂപമായിരിക്കും. പിന്നെ ജ്ഞാനിയുടെ ജ്ഞാനം, ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നതിന്റെ വിശേഷത എന്താണ്? അതാണ് പറയുന്നത് യസ്മാത് നഹി കർമ്മദേ ബുദ്ധസ്യ പരമാർത്ഥ ദർശന ജ്ഞാനം. ഈ പരമാർത്ഥദർശിയുടെ ജ്ഞാനം, ആ ജ്ഞാനം ആ പരമാർത്ഥദർശിയുടെ സ്വരൂപം തന്നെയായിരിക്കും. വിഷയാന്തരേഷണ ക്രമത്തെ, അത് വിഷയാന്തരങ്ങളിൽ സംക്രമിക്കുന്നില്ല. അജ്ഞനും ജ്ഞാനിയിലും ജ്ഞാനമുണ്ട്. രണ്ടുപേരിലും ഇരിക്കുന്നത് ശുദ്ധമായ നിർഗുണമായ ആദിമുക്തമായ ജ്ഞാനം തന്നെ. എന്നാലും അജ്ഞൻ എന്ത് സംഭവിക്കുന്നു? അജ്ഞൻ ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അജ്ഞന്റെ ജ്ഞാനം ബഹിർമുഖമായി വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അജ്ഞൻ എന്ത് ചെയ്യുന്നു? അവിടെ ആ വിഷയഗ്രഹണം കൊണ്ട് തന്നെ സ്വസ്വരൂപത്തെ മറയ്ക്കുന്നു. വിഷയഗ്രഹണം തന്നെ അവന്റെ സ്വരൂപത്തെ മറയ്ക്കുന്നു. ആ ഗ്രഹണത്തിന് സ്ഥാനമൊന്നുമില്ല, വിഷയത്തിനെ സ്ഥാനമുണ്ട്. വിഷയത്തിന് അവരുടെ പ്രാധാന്യം വരുന്നു. അത് തന്നെ വേറെ തരത്തിൽ പറയും, സ്വരൂപ വിസ്മൃതി വരുന്നു, അങ്ങനെ പറയും. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ജ്ഞാനവും വിഷയവുമായി താതാത്മ്യപ്പെട്ടു. ശരീരത്തെ തന്നെ എടുക്കാം. അജ്ഞൻ ഈ ശരീരത്തെ അറിയുന്നു. ഈ ശരീരത്തെ അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവന്റെ അറിവും ഈ ശരീരവും തമ്മിൽ താതാത്മ്യപ്പെട്ടു. തന്റെ അറിവിൽ, തന്റെ സ്വരൂപമായ അറിവിലെ ഒരു പ്രതീതിയാണ് ഈ ശരീരം എന്ന് അവന് ബോധിക്കാൻ കഴിയുന്നില്ല. മറിച്ച് താനാകുന്ന ഈ ശരീരം എന്ന് ധരിക്കുന്നു. ശരീരത്തെ താനെന്നോ എന്റേതെന്നോ ധരിക്കുന്നു. രണ്ടായാലും എന്ത് വരുന്നു? അവിടെ ജ്ഞാനവും അവന്റെ ദൃശ്യവും വിഷയവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ശരീരത്തിൽ അഹംബുദ്ധി വരുന്നു എന്ന് പറയുന്നത്. ഇതിനാണ് ഇവിടെ പറയുന്നത് സംക്രമണം എന്ന് പറയുന്നത്. അജ്ഞനിത് സംഭവിച്ചു. ശരീരം ഉൾപ്പെടെയുള്ള സർവ്വതിനോട് താതാത്മ്യപ്പെടുന്നു. ബാഹ്യമായി ആന്തരികമായി തന്നെ എന്താണ്? സുഖം, ദുഃഖം, ഇതെല്ലാം ഈ അന്ധകരണത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിട്ട് അതിനെല്ലാം എന്റേത് തന്നോട് അതിനെ താതാത്മ്യപ്പെടുത്തുന്നു. ഇതാണ് അജ്ഞന് സംഭവിക്കുന്നത്. ഇതിനാണ് ജ്ഞാനത്തിന്റെ സംക്രമണം, വിഷയങ്ങളിൽ സംഭവിക്കുന്നത് എന്നിവിടെ പറയുന്നു. ഇതൊന്നും അവന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. ആ സംക്രമണം വരുമ്പോൾ എന്തുവരും? ഇതിലെല്ലാം സത്യബുദ്ധിയും വരും. സത്യമാണ്. ഇതിലെല്ലാം ആനന്ദബുദ്ധിയും വരും. ഇതൊക്കെയാണ് സുഖം. ശരീരത്തിന്റെ സുഖമാണ് തന്റെ സുഖം, മനസ്സിന്റെ സുഖമാണ് തന്റെ സുഖം, അല്ലെങ്കിൽ ലോകത്തിന്റെ സുഖമാണ് തന്റെ സുഖം. ഈ തരത്തിൽ ഇതിനോട് താതാത്മ്യം വരുന്നു. സച്ചിദാനന്ദ താതാത്മ്യം വരുന്നു ഈ വിഷയങ്ങളെല്ലാം. ഇതാണ് അജ്ഞന്റെ അവസ്ഥ. ഇതിനെവിടെ പറയുന്ന ഭാഷയാണ് എന്താണ്? ബോധത്തിന്റെ സംക്രമണം. ഇതിനെ തന്നെയാണ് നമ്മൾ അധ്യാസം എന്ന് പഠിച്ചത്. ജ്ഞാനിയും വ്യവഹരിക്കുന്നു. ജ്ഞാനിക്ക് ഈ ശരീരത്തെ ആശ്രയിച്ച് വ്യവഹരിക്കേണ്ടി വരും. ഇവിടെ പറയുന്നത് ജ്ഞാനം നിത്യമുക്തമാണെങ്കിലും അവിടെ ജ്ഞാനി എന്നൊരാളുണ്ടെന്ന് പറയുകയാണ്. ജ്ഞാനം നിത്യമുക്തമെന്ന് അംഗീകരിച്ചുകൊണ്ട് കാര്യമില്ല. നിത്യമുക്തമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിനൊരു ഗുരു വേണം.
എന്നാലും ജ്ഞാനി, അങ്ങനെ ഒരു ജ്ഞാനി ഉണ്ടായാലേ ഇതിനൊക്കെ അർത്ഥമുള്ളൂ. അതുകൊണ്ട് അതിനെ സമർത്ഥിക്കുകയാണ്. ജ്ഞാനിയും എന്ത് ചെയ്യുന്നു? ശരീരത്തെ അറിയുന്നു, പ്രപഞ്ചത്തെ അറിയുന്നു, തന്റെ ഉള്ളിലുള്ള സുഖദുഃഖങ്ങളെ അറിയുന്നു. ബാഹ്യമായി ഇതൊക്കെ പ്രതീതമാകുന്നത് പോലെ ആന്തരികമായും സുഖദുഃഖങ്ങളെല്ലാം പ്രതീതമാകും. കാലദേശങ്ങൾക്കനുസരിച്ച്, സംസ്കാരമനുസരിച്ച് എന്തും പ്രതീതമാകാം. അങ്ങനെ പ്രതീതമായാൽ എന്താണ്? അവിടെ സംക്രമണം, താതാത്മ്യം സംഭവിക്കുന്നില്ല. അതാണ് ഇത് ദുഷ്കരമായിട്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളിൽ ബോധം സ്ഫുരിക്കുക, ഉറക്കത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നു. ഉള്ളിൽ ബോധം സ്ഫുരിക്കുക, അതേ നിമിഷം തന്നെ സർവത്തിനോട് താതാത്മ്യം സംഭവിക്കുന്നു. ശരീരം എന്റെ, അതിനെ വേർതിരിക്കുക എന്നൊരു ദുഷ്കരമാണ്. ഹംസത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെയാണ്. ഹംസത്തിനെ അത് സാധിക്കും. അതുകൊണ്ടാണ് പരമഹംസന്മാരെന്ന് പറയും. ഹംസത്തിന്റെ കർമ്മം ചെയ്യുന്നുണ്ട്. അജ്ഞനെ സംബന്ധിച്ചത് ദുഷ്കരവും പരമഹംസനെ സംബന്ധിച്ചത് അനായാസവും. ഹംസത്തിന് പാലിനെ വേർതിരിക്കുന്നതിന് യത്നമൊന്നും ആവശ്യമില്ല, സഹജമായി ഇത് സംഭവിക്കും. ഇവിടെ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബുദ്ധസ്യ ജ്ഞാനം ധർമ്മേഷു എന്ന ക്രമത്തെ, വിഷയങ്ങളിലേക്ക് അത് താതാത്മ്യപ്പെടുന്നില്ല. അതാണ് ആ വിഷയ താതാത്മ്യം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അധ്യാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, സംക്രമണം സംഭവിക്കുന്നില്ല. സംക്രമണം സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? അയാളുടെ അഹംബുദ്ധി നശിച്ചിരിക്കുന്നു, ശരീരത്തിലുള്ള അഹംബുദ്ധി നശിച്ചു. അതൊരിക്കലും നമ്മൾ ധരിക്കുന്നത് പോലെ വിനയമുള്ളവനാകുന്നാൽ ഇന്നതാണ് വിനയം എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം വിനയം നമ്മൾ ശീലിക്കുന്നാൽ സഹജമായി തന്നെ ശരീരത്തിലുള്ള അഹംബോധം നശിച്ചു, ശരീരത്തോട് താതാത്മ്യപ്പെടുന്നില്ല. കാരണം താതാത്മ്യപ്പെടാതിരിക്കുക, അസംഗത എന്ന് പറയുന്നതാണ് ആ ജ്ഞാനത്തിന്റെ സ്വഭാവം. അതിനിടയ്ക്ക് മായ അല്ലെങ്കിൽ അജ്ഞാനം, അവിദ്യ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവവിശേഷം കടന്നു വന്നതാണ് ഈ താതാത്മ്യപ്പെടലുണ്ടായത്. ഇവിടെ ആ സ്വരൂപബോധത്തിൽ ആ താതാത്മ്യപ്പെടൽ ഉണ്ടാകുന്നില്ല. വിഷയാന്തരേഷു ധർമ്മേഷു വ്യാഖ്യാനിക്കുന്ന വിഷയാന്തരങ്ങളിൽ ശരീരം ഉൾപ്പെടെയുള്ള ഒന്നിലും ജ്ഞാനിയുടെ ജ്ഞാനം താതാത്മ്യപ്പെടുന്നില്ല. അതാണ് അസംഗത എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? ധർമ്മസംസ്ഥം. നമ്മൾ സൂര്യന്റെ പ്രകാശത്തെ ഭൂമി കാണുമ്പോൾ വിചാരിക്കും ഭൂമി പ്രകാശിക്കുന്നു എന്ന് വിചാരിക്കും. ആ പ്രഭ ഭൂമിയിലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ധരിച്ചു പോകുന്നില്ല. എവിടെയാ പ്രകാശം? ഇതാ മേശപ്പുറത്ത് പ്രകാശം, പുസ്തകത്തിൽ പ്രകാശം. അങ്ങനെയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. പ്രകാശത്തെ വാസ്തവത്തിൽ ആ പ്രകാശം പുസ്തകത്തെ പ്രകാശിപ്പിക്കുകയാണ്. എന്നാണ് നമ്മൾ ധരിക്കുന്നത് എന്താണ്? പുസ്തകത്തിൽ പ്രകാശം. എവിടെയാണ് ആ ലൈറ്റ്? ആ പുസ്തകത്തിലാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ പ്രകാശം എവിടെയാണ്? സവിതാവിലാണ്, സൂര്യനിലാണ് ഈ പ്രകാശം. ആ പ്രകാശം ഒരിക്കലും സൂര്യനെ വിട്ടിട്ടേയില്ല. സൂര്യനിൽ നിന്ന് വിട്ടാൽ പിന്നെ പ്രകാശം. സൂര്യന്റെ പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? ആ പ്രകാശം പ്രകാശിപ്പിക്കുന്ന വസ്തുവിന്റേതായി ധരിക്കുന്നു. അതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയാസക്തമായ ജ്ഞാനം, അതിനെ നമുക്ക് പരിചയമാണ്. വിഷയത്തോട് ചേർന്നിരിക്കുന്ന ജ്ഞാനമേ പരിചയമുള്ളൂ. സർവ്വ വിഷയങ്ങളെയും അഹം അല്ലെങ്കിൽ മമതയിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ ജ്ഞാനത്തിന് വിഷയസംസർഗം കൊണ്ടുണ്ടായ രണ്ട് ഭേദങ്ങളാണ്, അഹന്തയും മമതയും. അതിലൂടെ നമുക്ക് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ജ്ഞാനിയുടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ധർമ്മസംസ്ഥം. ധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു, അത് സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു.
ഭൂമിയിലെ ആ പ്രഭയെ കാണുമ്പോഴും അവൻ ധരിക്കുന്ന എന്താണ്, ഇത് സൂര്യന്റേതാണ്, ഭൂമിയുടേതല്ല. ഭൂമിക്ക് ഇങ്ങനെ പ്രകാശിക്കാനുള്ള കഴിവില്ല. എന്നാലും ഭൂമിയുടേതാണെന്ന് ഉള്ള അനുഭവം അത് കേവലം ഭ്രമിച്ചു പോയതാണ്. അതുപോലെ ഈ പ്രകാശം സ്വരൂപസ്ഥിതമാണ്, തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് പ്രകാശം. അതാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നു, താൻ തന്നെ പ്രകാശിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. താൻ തന്നെ പ്രകാശിക്കുകയാണ്. പക്ഷെ പ്രകാശിക്കുക എന്ന് വെച്ചാൽ അത് ബോധമാണ്. ബോധസ്ഫുരണം എങ്ങനെയോ ഈ ശരീരാദികളിലേക്ക് താതാത്മ്യപ്പെട്ടു. ആ താതാത്മ്യപ്പെടുമ്പോൾ ഉള്ള അതിന്റെ രൂപമാണ് അഹം മമ. ഇങ്ങനെ അത് സ്ഫരിക്കുന്നത്. ജ്ഞാനിയിൽ അത് സംഭവിക്കുന്നില്ല. ജ്ഞാനിയിൽ ഈ ശരീരത്തിൽ അഹംബുദ്ധിയില്ല. പിന്നെ ഇവിടെ അഹംബുദ്ധി സ്വസ്വരൂപത്തിൽ തന്നെ. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ശരീരത്തിലല്ല, സ്വസ്വരൂപത്തിൽ തന്നെ സ്ഫുരിക്കുന്നു. ആ സ്വസ്വരൂപ ജ്ഞാനത്തിന്റെ ആകാരം എന്നുള്ള നിലയ്ക്കല്ല, സ്വസ്വരൂപ സ്ഫുരണം അവിടെ സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെ മറ്റു വിഷയങ്ങളോടുള്ള താതാത്മ്യത്തെ വിട്ടിട്ട് അതെങ്ങനെ സംഭവിക്കും? പറയുന്നു സവിതരീവ പ്രഭ. സവിതാവ് പ്രകാശസ്വരൂപനാണ്. പക്ഷെ അതിന്റെ ആ പ്രകാശം ഏതുവരെ എത്തി? ഇതുവരെ വ്യാപിച്ചത്. അപ്പൊ പ്രകാശത്തിന്റെ സ്വഭാവമാണ് അതിന് വ്യാപിക്കാൻ കഴിയുന്നത്, അതിന് പ്രസരിക്കാൻ കഴിയും. ജഡമായ പ്രകാശത്തിൽ അങ്ങനെ ഒരു പ്രസരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജഡമല്ലാത്ത കേവലം ചേതനായിരിക്കുന്ന ഈ ആത്മപ്രകാശത്തിലും അങ്ങനെ ഒരു അനുഭൂതി സംഭവിക്കാം. അഹം ബ്രഹ്മാസ്മി എന്നുവെച്ചാൽ അത് നിരുപാധികമായി പ്രകാശിക്കാം, അത് സ്വയം പ്രകാശിക്കാം. ആ പ്രകാശത്തെയാണ് ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവമായി പറയുന്നത്. ആ പ്രകാശമുള്ളവനെയാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. അതാണ് ഗുരു. അതാണ് ബുദ്ധന്റെ ജ്ഞാനം. അജ്ഞന്റെ ജ്ഞാനം പോലെ വിഷയസംക്രമം കൂടാതെ തന്നെ അത് പ്രകാശിക്കുന്നു. അത് അജ്ഞനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവന് വിഷയത്തോട് ചേർത്തേ ജ്ഞാനത്തിന് പരിചയമുള്ളൂ. അതുകൊണ്ട് വിഷയമില്ലെങ്കിൽ എന്ത് ജ്ഞാനമെന്ന് ചോദിക്കും. വിഷയമില്ലാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? വിഷയമില്ലാത്ത ജ്ഞാനം അവന് അറിവില്ല. ഇവിടെ പറയുന്നു ജ്ഞാനം എന്ന് പറയുന്നത് സവിതാവും അതിന്റെ പ്രഭയും പോലെയാണ്. അസ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുഭവ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. എന്തിന്റെ അനുഭവമാണ് അതിനുള്ളത്? സ്വന്തം ഉണ്മയുടെ അനുഭവം, മറ്റൊന്നിനെ കുറിച്ചുള്ള അനുഭവമല്ല. അതാണ് അഹം ബ്രഹ്മാസ്മി. അതങ്ങനെ പ്രകാശിക്കുന്നു. അതാണ് ആത്മാവ് നിത്യമുക്തനായിരുന്നാലും ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നു. ഒരിടത്ത് ജ്ഞാനം വിഷയങ്ങളോട് സംക്രമിക്കുന്നു, മറുഭാഗത്ത് അത് സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ധർമ്മസംസ്ഥം സവിതരി പ്രഭ ബുദ്ധസ്യ തായിനഃ എന്ന് പറയും. തായഃ അസ്യ അസ്ഥീതി തായി സന്താനമതി. സന്താന അതിനാണ് നിരന്തരസ്യ, അന്തരമില്ലാതെ അവകാശമില്ലാതെ ഏകരൂപത്തിൽ അത് പ്രകാശിക്കുന്നു ബുദ്ധൻ. എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഏകരൂപത്തിൽ പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ ബുദ്ധൻ ജ്ഞാനിയും അജ്ഞാനിയുമാകുന്നില്ല, രണ്ടും ആകുന്നില്ല എന്നർത്ഥം. അതാണ് ഇവിടെ തായി സന്താനമുള്ളവനെന്ന് പറഞ്ഞത്. ഏകരൂപത്തിൽ തന്നെ പ്രകാശിക്കും. സൂര്യൻ ഒരിക്കലും സ്വയം ഇരുളും വെളിച്ചവുമാകുന്നില്ല. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. പരമമായ സത്യത്തിൽ സൂര്യനും പ്രകാശിക്കുന്നില്ല. അതല്ല പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. നമ്മളുടെ മുമ്പിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഈ സൂര്യൻ ഇരുളും വെളിച്ചവുമായി പ്രകാശിക്കുന്നില്ല. അജ്ഞനങ്ങനെയല്ല. അവരുടെ ജ്ഞാനവും അജ്ഞാനവും ഒരുമിച്ചിരിക്കുകയാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. ജ്ഞാനിയായിട്ട് പിന്നെ അജ്ഞാനമാകുക
അജ്ഞാനിയായിട്ട് പിന്നെ ജ്ഞാനിയാകുക. ഇവിടെ ആരും അജ്ഞാനിയായിട്ട് ജ്ഞാനിയാകുന്നില്ല. അതുകൊണ്ടാണ് നിത്യ ബുദ്ധൻ എന്ന് പറഞ്ഞത്. അതങ്ങനെ സംഭവിക്കുന്നില്ല. അജ്ഞാനിയായിരിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്ന എന്നാണ്, ഞാൻ അജ്ഞാനിയായി പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ഇനി ജ്ഞാനിയാകും. ഇതെല്ലാം അജ്ഞാനിയുടെ കൽപ്പനകളാണ്. അല്ലെങ്കിൽ അജ്ഞാനി പറയും എന്താണ്, ഞാൻ മുമ്പ് ആത്മസ്വരൂപനായിരുന്നു, പിന്നെ എന്നിൽ അജ്ഞാനം വന്നു, ഇനി അജ്ഞാനത്തെ നിർത്താൻ വേണ്ടി ജ്ഞാനം നേടുന്നു. ഇതെല്ലാം അബദ്ധ കൽപ്പനകളാണ്, യുക്തിഹീനങ്ങളായ കൽപ്പനകളാണ്. ആദ്യം മുക്തനായിരുന്നവൻ പിന്നെ എങ്ങനെ ബദ്ധനാവും? അതൊരിക്കലും സംഭവിക്കത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി പ്രയാസപ്പെട്ട് മുക്തി നേടിയാൽ വീണ്ടും ബദ്ധനാവും. അതുകൊണ്ടിവിടെ ആദ്യം മുക്തനായിരുന്നു, പിന്നെ ബദ്ധനാകുന്നില്ല. ബദ്ധനായിരുന്നിട്ട് പിന്നെ മുക്തനാകുന്നുണ്ട്. പക്ഷെ യുക്തിഹീനമായി കൽപ്പനകളെ എന്ത് ചെയ്യുന്നു? അജ്ഞാനി കൽപ്പിക്കുന്നു. അവനത് കൽപ്പിച്ചേ മതിയാവും. എന്നാലേ അവന് നിത്യസിദ്ധമായിരിക്കുന്ന മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും. അവന് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണം, അത് നിത്യസിദ്ധമാണെങ്കിൽ. അപ്പൊ ഇത്തരം കൽപ്പനകളെ ആശ്രയിക്കാതെ അവനെങ്ങനെ പരിശ്രമിക്കും? അതുകൊണ്ടാണ് ഈ കൽപ്പനകൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. പക്ഷേ ഞാനീ സംബന്ധിച്ച് എന്താ പറയുന്നത്? ബുദ്ധസ്യ തായിനഹ, അത് നിരന്തരമാണ്. നിരന്തരസ്യ ആകാശകൽപ്പസ്യ, വീണ്ടും അവിടെ പറയുന്ന ആകാശത്തെയാണ് പറഞ്ഞല്ലോ. ആകാശത്തിൽ എന്തെങ്കിലും ബന്ധം വന്നിട്ടുണ്ടോ? ആകാശത്തെ എന്തെങ്കിലും മലിനമാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകാശത്തിന് ഒരു മാലിന്യത്തിൽ നിന്നും മോചനത്തിന്റെ ആവശ്യമില്ല. അതിനാണ് ഇവിടെ നിരന്തരമെന്ന് പറയും. സദാ മുക്തമായി തന്നെ ഇരിക്കുന്നു. പക്ഷേ ആകാശത്തിൽ നിന്ന് മാറി നിന്നിട്ട് ആകാശത്തെ കണ്ടുകൊണ്ട് അജ്ഞന്മാർ പറയുന്നു, ഇതാ ആകാശത്തിലൂടെ ഇരുളാണ്, മറ്റിടത്ത് വെളിച്ചമാണ്, ആകാശത്തിൽ പൊടിപടലങ്ങളാണ്, ആകാശത്തിൽ കാർമേഘമാണ്. ഇതൊന്നും ആകാശത്തിൻ്റെതല്ല. ഇതെല്ലാം ആകാശത്തിൽ അനുഭവപ്പെടുമ്പോഴും ആകാശം ഇതിനെയൊന്നും കൊണ്ട് നിൽക്കുന്നില്ല. ആകാശം ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാണ്, നിത്യമുക്തനാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് ആദിബുദ്ധൻ, ആദിശാന്തൻ, നിത്യമുക്തൻ എന്ന് പറയുന്നത് ജ്ഞാനിയുടെ അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഭക്തൻ അങ്ങനെയല്ല. അതുകൊണ്ട് ആകാശം മുക്തൻ തന്നെ. അതുപോലെ ജ്ഞാനിയും നിത്യമുക്തനാണ്. അവന്റെ ബുദ്ധിക്കോ ശരീരത്തിനോ സുഖത്തിനോ ദുഃഖത്തിനോ ഒന്നും അവനെ ബദ്ധനാക്കാൻ കഴിയത്തില്ല. പൂജാവതഃ പ്രജ്ഞാവതോ വാ, തായി എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. പൂജാവാൻ, ആര് മുക്തൻ, സർവപൂജകളും സ്വീകരിക്കുന്നവൻ, സർവ നമസ്കാരങ്ങളും സ്വീകരിക്കുന്നവൻ. പ്രജ്ഞാവാൻ, ആത്മബോധം സ്ഫുരിക്കുന്നവൻ. അത് ബോധത്തിന്റെ പ്രത്യേകതയാണ് സ്ഫുരണം എന്ന് പറയുന്നത്. ആ ബോധത്തിന്റെ സ്ഫുരണമാണെന്ത്? അവന്റെ അജ്ഞാനവും ഈ പ്രപഞ്ചവും. ആ ബോധത്തിന്റെ സ്ഫുരണമാണ്. ബോധത്തിലല്ലേ അറിയുന്നത് ഞാൻ അജ്ഞനാണ്. അതേ ബോധത്തിന്റെ സ്ഫുരണമാണെന്ത്? അജ്ഞാനനാശവും പ്രപഞ്ചമിഥ്യാത്വവും. അതും ആ ബോധത്തിന്റെ സ്ഫുരണമാണ്. അവിടെ അവൻ ജ്ഞാനിയായിരിക്കുന്നു. അവിടെ അവൻ ബോധിക്കുന്ന എന്താണ്? ഞാൻ നിത്യനായി ബുദ്ധനായി മുക്തനായിരിക്കുന്നു. അവന്റെ ജ്ഞാനത്തിൽ സംക്രമണം സംഭവിക്കുന്നില്ല, താതാത്മ്യം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്ന്. സർവേ ധർമ്മ ആത്മാനു അഭിതഥ ജ്ഞാനവദേവ ആകാശകൽപ്പത്വാത്മക്രമതേ ക്വചിത അർത്ഥാന്തരേ. മുക്തം ധരിക്കുന്ന അതാണ്. ഞാൻ മുക്തനും മറ്റുള്ളവരെല്ലാം ബദ്ധരും എന്നല്ല ധരിക്കുന്നു. സർവേ ധർമ്മ, എല്ലാ ആത്മാക്കളും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ എല്ലാ ശ്രോതാക്കളും. അതുകൊണ്ടാണ് ബഹുവനം പറയുന്നത്. അവൻ ശ്രോതാവായിരിക്കുന്ന എന്തുകൊണ്ട്? അജ്ഞനായതുകൊണ്ട്. ഞാനെന്നും നീയെന്നും എന്നുള്ള ഭാവത്തിലിരിക്കുന്നു. അവിടെ
പറയാണ് ആത്മാനാഭി തഥ ജ്ഞാനവദേവ എല്ലാം ആ ജ്ഞാനത്തെ പോലെ ആകാശകൽപ്പത്വ ആകാശമാണ്. ആകാശത്തിൽ ഒരുപക്ഷെ പല ആകാശങ്ങളുണ്ടെന്ന് തോന്നിയാലും ആകാശം ഒന്ന് തന്നെ, അത് അസംഗമാണ്, അത് നിത്യമുക്തമാണ്. താൻ മുക്തമാണെങ്കിൽ സർവവും മുക്തം തന്നെ. ഇതാണ് ജ്ഞാനിയുടെ അനുഭവം. ജ്ഞാനിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ജ്ഞാനിക്ക് പറയാം സർവരും മുക്തന്മാർ തന്നെ. പക്ഷെ അജ്ഞാനി അത് അംഗീകരിക്കത്തില്ല. അജ്ഞാനി പറയുന്നു ഞാൻ മുക്തനല്ല, ഞാൻ ബന്ധനസ്ഥനാണ്. അപ്പോ ജ്ഞാനി എന്ത് ചെയ്യുന്നു? യവൻ നിത്യമുക്തനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവന് ഉപദേശം കൊടുക്കുന്നു മുക്തിക്ക് വേണ്ടി. അവന് ആ ഉപദേശത്തിന് എന്താ പ്രസക്തി? കേവലം ഇവന്റെ അജ്ഞാനത്തെ മാറ്റാതെ മാത്രം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർവരും ആകാശകൽപ്പത്വ എന്ന ക്രമതേ ആ ജ്ഞാനം ക്വചിതപ്യർത്ഥാന്തരെ ഇവിടെ ജ്ഞാനസംക്രമണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ ചോദിക്കുന്ന ചോദ്യം, ജ്ഞാനിക്കിതൊക്കെ പ്രതീതമായാൽ, ജ്ഞാനിക്ക് പ്രപഞ്ചം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ജ്ഞാനി ഇത് ബാധിക്കത്തില്ലേ? ശരി, അജ്ഞനെപ്പോലെ ബാധിക്കത്തില്ല, എന്നാലും ലേശമെങ്കിലും ബാധിക്കത്തില്ലേ? അങ്ങനെ ബാധിക്കുന്നില്ലെങ്കിൽ ജ്ഞാനിയിൽ എന്തുകൊണ്ട് സുഖദുഃഖങ്ങളൊക്കെ കാണുന്നു? അതെല്ലാം എങ്ങനെ അനുഭവപ്പെടുന്നു? പറയുന്നു ഇതെല്ലാം, ഈ പ്രശ്നങ്ങളെല്ലാം ബാധിക്കുമോ? ബാധിക്കത്തില്ലേ? ജ്ഞാനിയിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഇതെല്ലാം ജ്ഞാനിയുടെ തലത്തിൽ നിന്നല്ല, അജ്ഞന്റെ തലത്തിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നത്. അജ്ഞന്റെ തലത്തിൽ ആണ് പറയുന്നത് എന്താണ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ജ്ഞാനിയുടെ അനുഭവത്തെ അറിഞ്ഞിട്ടാണ് അജ്ഞൻ ഇത് ആരോപിക്കുന്നത്. ജ്ഞാനിയിൽ സുഖവും ദുഃഖവും അജ്ഞൻ ആരോപിക്കുന്നത് ജ്ഞാനിയുടെ അനുഭവത്തെ ഗ്രഹിച്ചിട്ടാണോ? അല്ല, അജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് അത് ഗ്രഹിക്കുന്നത്. അജ്ഞാനത്തിൽ നിൽക്കുന്നവന് പറഞ്ഞല്ലോ, അവന് ജ്ഞാനവും അജ്ഞാനവും ഒരുപോലെ ഗ്രഹിക്കും. അപ്പൊ അജ്ഞാനത്തിൽ നിന്ന് മുക്തനായിട്ടല്ല ജ്ഞാനത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനിയുടെ ജ്ഞാനത്തെ അവൻ അജ്ഞാനത്തിൽ നിന്ന് മുക്തനായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ ആരോപിക്കുകയാണ് എന്താണ്? ജ്ഞാനിയിലും സുഖവും ദുഃഖവും ആരോപിക്കുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല. കേവലം അജ്ഞനായിരിക്കുന്ന അവനിപ്പോലും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ജ്ഞാനിയിൽ എങ്ങനെ സംഭവിക്കും? അജ്ഞനിൽ പോലും ജ്ഞാനത്തിന്റെ സംക്രമണം പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അതവന്റെ ഒരു വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് ക്വചിതപി അർത്ഥാന്തരെ, ഒരിടത്തും ഒരു വിഷയത്തിനും ഇത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സർവധർമ്മവും സർവ ആത്മാക്കളും മുക്തരാണ്. യത് ആദൗ ഉപന്യസ്തം ജ്ഞാനേനാഗേശ കൽപ്പേന ഇത്യാദി തദിദം ആകാശകൽപ്പസ്യ തായുനോ ബുദ്ധസ്യ തദനന്യത്വാദ് ആകാശകൽപ്പജ്ഞാനം ന കർമ്മതേ ക്വചിതപ്യർത്ഥാന്തരേ. മുമ്പ് പറഞ്ഞു ജ്ഞാനേന ആകാശകൽപ്പേന എന്ന് മുമ്പ് പറഞ്ഞു. അതിനെ ഓർപ്പിച്ചുകൊണ്ട് പറയാണ് ഇതിനെ ആകാശതുല്യമെന്നേ പറയാൻ കഴിയൂ. ആകാശതുല്യമാണ് ഈ ജ്ഞാനി ബുദ്ധൻ. ആ ബുദ്ധന് അവിടെ അനന്യത്വം, ഇത് അനന്യമായിരിക്കുന്നു. അതുകൊണ്ട് ആ ജ്ഞാനിയുടെ ജ്ഞാനം ഒന്നിനോടും താതാത്മ്യപ്പെടുന്നില്ല. ജ്ഞാനിയിൽ നിങ്ങൾക്ക് എന്തും ആരോപിക്കാം. ജ്ഞാനിയിൽ നിങ്ങൾ ജ്ഞാനത്തെ ആരോപിക്കുന്നു, അജ്ഞാനത്തെ ആരോപിക്കുന്നു. ജ്ഞാനിയെ നിങ്ങൾ ജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനിയുടെ അനുഭവത്തിൽ നിന്ന് അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആരോപമാണത്. ജ്ഞാനിയിൽ നിങ്ങൾ ജ്ഞാനത്തെ ആരോപിക്കുകയാണ്. നിങ്ങൾ ആരോപിക്കുന്ന ജ്ഞാനമുള്ള ജ്ഞാനിയാണ് കാണുന്നത്, വാസ്തവ ജ്ഞാനിയല്ല കാണുന്നത്. അതുകൊണ്ട് അവിടെ എന്തും കൽപ്പിക്കാം. പക്ഷെ ജ്ഞാനിയിൽ ഇത് സംഭവിക്കുന്നില്ല. ജ്ഞാനി അറിയുന്നു ഇതൊരു ആത്മാക്കളിൽ ഇത് സംഭവിക്കുന്നില്ല, പരമാർത്ഥത്തിൽ ജ്ഞാനസംക്രമണം സംഭവിക്കുന്നില്ല എന്നറിയുന്നു. ക്വചിതപ്യ അർത്ഥാന്തര ഒന്നിനും ഒരു വസ്തുവിനും യഥാധർമ്മ ആകാശമിവ അചലം അവിക്രിയം നിരവയം നിത്യം അദ്വിതീയം അസംഗം അദൃശ്യം അഗ്രാഹ്യം അശ്നായാദീതം ബ്രഹ്മാത്മതത്വം. എത്ര വാക്കുകളെ കൊണ്ട് ഇതിനെ വിശേഷിപ്പിച്ചാലും ആ വിശേഷണങ്ങളിലൂടെ
അല്ലെങ്കിൽ ആ വിശേഷണങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ഇതിനെ പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല. അത് സ്വസ്വരൂപത്തിലാണ്. നേരത്തെ പറഞ്ഞില്ല, ബ്രഹ്മസംസ്ഥം ധർമ്മസംസ്ഥം സ്വസ്വരൂപത്തിൽ സ്ഥിതമാണ്. സ്വസ്വരൂപത്തിൽ മാത്രമേ പൂർണ്ണതയുള്ളൂ. എന്നാലും എല്ലാ നിഷേധങ്ങളെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിശേഷങ്ങൾ പറയുന്നത്. ആകാശമിവ അചലം, ആകാശത്തെ പോലെ ചലനവർജിതമായിരിക്കുന്നു, അവിക്രിയം വികാരരഹിതമായിരിക്കുന്നു, നിരവയവം അവയവങ്ങളില്ലാതിരിക്കുന്നു, നിത്യമായിരിക്കുന്നു, അദ്വിതീയമായിരിക്കുന്നു, അസംഗമായിരിക്കുന്നു, അദൃശ്യമായിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്നില്ല, അഗ്രാഹ്യമായിരിക്കുന്നു, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അശനായാദ്യതീതം. ഇതിനോട് വളരെ താതാത്മ്യപ്പെട്ടിട്ട് എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്നെല്ലാം പറയുന്ന ആ ജ്ഞാനസംക്രമണം അതിനെല്ലാം അതീതമായിരിക്കുന്നു. ബ്രഹ്മാത്മതത്വം, ബ്രഹ്മം ആയിരിക്കുന്ന നിന്റെ സ്വരൂപം, അതാണ് ബ്രഹ്മാത്മതത്വം എന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥം. അത് പരമാർത്ഥമായിരിക്കെ കേവലമായ ഭ്രമം കൊണ്ട് ബാക്കി സർവ്വകാര്യങ്ങളും ബന്ധമോക്ഷങ്ങൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നഹി ദ്രഷ്ടു ദൃഷ്ടേഹി വിപരിലോപോ വിദ്യതേ അവിനാശിത്വ. ഇത് പല സ്ഥലത്തു നിന്നും പറഞ്ഞിട്ടുള്ളതാണ്. ശരി, നിന്റെ ബോധം മറയാം, ഉണ്ടാകാം. നീ ഉണർന്ന് ജ്ഞാനിയായിട്ടിരിക്കാം, ഉറങ്ങി അജ്ഞനായിട്ടിരിക്കാം, ഇതൊക്കെ നിന്നെ സംഭവിക്കാം. പക്ഷെ നിന്റെ സ്വരൂപമായിരിക്കുന്ന ദ്രഷ്ടാവ്, ആ ദ്രഷ്ടാവിന്റെ ഒരു ദൃഷ്ടിയുണ്ട്, ജ്ഞാനപ്രകാശം, അതിന്റെ സ്വരൂപം തന്നെയാണ്. അതിനുള്ള ജ്ഞാനപ്രകാശം എന്ന് പറയുന്നത് അതിന് വിപരീലോകം, അതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. അത് അതിന്റെ സ്വരൂപത്തെ പരിത്യജിച്ചിട്ട് വിഷയങ്ങളിലേക്ക് പോവുക, വിഷയങ്ങളോട് താതാത്മ്യപ്പെടുക, അഹന്ത മമത ഇതിനെയൊക്കെ ഉണ്ടാക്കുക, ബന്ധമോക്ഷ കൽപ്പനകളെ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് വിപരീലോകം. അങ്ങനെയുള്ള വിപരീലോകങ്ങളൊന്നും അതിൽ സംഭവിക്കുന്നില്ല. ന വിദ്യതേ, അത് പ്രകാശസ്വരൂപമായിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. ജ്ഞാനസ്വരൂപമായിരിക്കുന്നു, സദാ ആനന്ദ സ്വരൂപമായിരിക്കുന്നു, സത്സ്വരൂപമായിരിക്കുന്നു, അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ്. എന്നാലും ഗുരുവിന് അജ്ഞനായിത്തീരുന്നു എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ശ്രുതേഹി ജ്ഞാന ജ്ഞേയ ജ്ഞാതൃഭേദരഹിതം പരമാർത്ഥതത്വം അദ്വയം. ആ പരമാർത്ഥ തത്വത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അത് ജ്ഞാനജ്ഞേയ ജ്ഞാതൃഭേദരഹിതമാണ്. ഇത്തരം ഭേദങ്ങളൊന്നും അവിടെയില്ല. അതാണ് പരമാർത്ഥ തത്വം. അത് അദ്വയമാണ്. അദ്വയമായതുകൊണ്ട് നിങ്ങളവിടെ ജ്ഞാനി അജ്ഞാനി എന്നൊന്നും വേർതിരിക്കില്ല. അതിനെ ഏകമായി ഗ്രഹിച്ചാൽ മതി. ഏതന ബുദ്ധേന ഭാഷിതം. ഇങ്ങനെയുള്ള അദ്വയമായ ഈ പരമാർത്ഥ തത്വത്തെ ബുദ്ധൻ ഉപദേശിച്ചിട്ടില്ല എന്നാണ്. അതെന്താ ബുദ്ധൻ ഉപദേശിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം? ഇവിടെ ഈ വെളിപ്പെടുത്തിയ രീതിയിൽ ഈ പരമാർത്ഥ തത്വത്തെ ഉപദേശിക്കാൻ ബുദ്ധന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? യദ്യപി ബാഹ്യാർത്ഥ നിരാകരണം ജ്ഞാനമാത്ര കൽപ്പന അദ്വൈവസ്തു സാമീപ്യമുക്തി. ബുദ്ധൻ പറഞ്ഞതിൽ ഇത്രമാത്രമേ എത്തിയുള്ളൂ. എന്താണ്? ബാഹ്യാർത്ഥ നിരാകരണം അദ്വൈതി ചെയ്തതുപോലെ തന്നെ ബാഹ്യാർത്ഥത്തെ നിരാകരിച്ചു. ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ജ്ഞാനമാത്ര കൽപ്പന, ജ്ഞാനം മാത്രമാണെന്ന് പറഞ്ഞു. ഇതെല്ലാം അദ്വൈതി പറഞ്ഞതിനോട് വളരെ സമീപത്തിൽ വരുന്നുണ്ട്. അദ്വൈയ വസ്തു സാമീപ്യം, അദ്വൈയ വസ്തുവിന്റെ ബോധത്തിന് ഉപകരിക്കുന്നതാണ് ഇതൊക്കെ. പക്ഷെ അദ്വൈയ വസ്തുവിന് ഇവിടെ കൂടി കുറച്ചുകൂടി മുമ്പോട്ട് പോകണം. ഇവിടെ പറയുന്ന തരത്തിലുള്ള നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമായ അദ്വൈയ വസ്തുവിനെ പ്രതിപാദിച്ചില്ല. എന്നാൽ അതിനുള്ള അടുത്തുവരെ എത്തി എന്നാണ് ബുദ്ധന്റെ ഉപദേശം. ആണ് പറയുന്നത് നെയ്ത ബുദ്ധേന ഭാഷിതം. ഇക്കാര്യം ബുദ്ധൻ ഉപദേശിച്ചിട്ടില്ല എന്നാണ്. ഇതെന്തോ പരമാർത്ഥ തത്വം അദ്വൈതം വേദാന്തേഷയോ വിജ്ഞേയം. ഈ പരമാർത്ഥ തത്വമായിരിക്കുന്ന അദ്വൈതം വേദാന്തത്തിൽ മാത്രമാണ് വിജ്ഞേയമായിരിക്കുന്നത്.
ബുദ്ധൻ ഉപദേശിച്ചതല്ല എന്നാണ്. എന്ന് പറയുമ്പോൾ ചില ചോദിക്കും, ബുദ്ധനെയും ജ്ഞാനി എന്ന് പറയുന്നുണ്ടല്ലോ, നിർവ്വാണത്തെ പ്രാപിച്ച ആളാണെന്ന് പറയുന്നു. ഈ ബുദ്ധന്റെ ഉപദേശങ്ങൾ ഭാഷ്യകാരനും പറയുന്നു ഇത് അതിനോട് അടുത്ത് നിൽക്കുന്നതാണ്, എന്നാൽ അതല്ല എന്ന് പറയുന്നു. പക്ഷേ ഇതേ തരത്തിലുള്ള ബുദ്ധന്റെ ഉപദേശങ്ങൾ ഇന്ന് ലബ്ധമാണ്. അപ്പൊ പിന്നെ ഇത് ബുദ്ധൻ ഉപദേശിച്ചിട്ടില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? അതിന് പറയുന്നത് കാരണം, ഒന്ന്, ബുദ്ധന്റെ ഉപദേശങ്ങൾ ഭാഷ്യകാരന്റെ കാലത്ത് ലഭിച്ചിരുന്നത് 4 തരത്തിലാണ്. ക്ഷണിക വിജ്ഞാനവാദം, ശൂന്യവാദം, പിന്നെ ബാഹ്യാസ്തിത്വം നിരാകരണം, ഇങ്ങനെ പലതരത്തിലാണ്. സൗത്രാന്തികന്മാർ, വൈഭാഷികന്മാർ, മാധ്യമികന്മാർ, ക്ഷണിക വിജ്ഞാനവാദികൾ, ഈ തരത്തിലാണ്. എന്നുവെച്ചാൽ ബുദ്ധന്റെ കാലത്തിനും 1000 വർഷത്തിനു ശേഷമാണ് ഭാഷ എഴുതുന്നത്. ആ സമയമായപ്പോഴേക്കും ബുദ്ധന്റെ ഈ ദർശനങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അനുയായികൾ. ആ മാറ്റം വരുത്തിയ ദർശനങ്ങളാണ് ഇവിടെ ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മസൂത്രത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ശിഷ്യന്മാരാവിഷ്കരിച്ച സിദ്ധാന്തമാണ്. അതിനെയാണ് ബൗദ്ധ സിദ്ധാന്തമായിട്ട് പിൽക്കാലത്ത് അറിഞ്ഞത്, ബുദ്ധൻ ഉപദേശിച്ചതായിട്ട്. അപ്പോൾ അവിടെ ക്ഷണിക വിജ്ഞാനവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അദ്വൈതമല്ല പറയുന്നത്. അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. വാസ്തവത്തിൽ ബുദ്ധന്റെ ഉപദേശങ്ങളെ പരാമർശിക്കുന്നേയില്ല ശങ്കരാചാര്യർ. ബുദ്ധന്റെ ലളിതമായ ഉപദേശങ്ങൾ അതിനൊന്നും സ്പർശിക്കുന്നേയില്ല. ബുദ്ധന്റെ അനുയായികളുടെ ഉപദേശങ്ങളാണ്. കാരണം അങ്ങനെ ഒരു ബുദ്ധന്റെ അനുയായികൾ ചെയ്തതുപോലെയുള്ള ഒരു തത്വവിചാരം ബുദ്ധന്റെ ഉപദേശങ്ങളില്ല. ആ തത്വവിചാരത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ എന്തായാലും ഈ കാര്യത്തിൽ അല്പം വിവാദമുള്ളതാണ്. കാരണം ക്രമത്തെ നഹി ബുദ്ധസ്യ, അവിടെ ബുദ്ധൻ എന്ന് പറഞ്ഞതിന് അർത്ഥം പറഞ്ഞത് സർവത്ര ബുദ്ധൻ എന്ന് പറയുന്നതിന് ജ്ഞാനി എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതേസമയം അടുത്ത് നെയ്തത് ബുദ്ധേന ഭാഷിതം എന്ന് പറയുന്നത് അത് ബുദ്ധൻ എന്ന് പറയുന്നതുകൊണ്ട് ആദി ബുദ്ധൻ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളിടത്തെല്ലാം ബുദ്ധശബ്ദത്തിന് തത്വജ്ഞാനിയെന്നും ഇവിടെ മാത്രം ബുദ്ധശബ്ദത്തിന് ഒരു വ്യക്തിയെന്നും അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ചിലർ മറിച്ച് വ്യാഖ്യാനിക്കുന്നു. അതെങ്ങനെയാ പറയുന്നത്? നെയ്തത് ബുദ്ധേന ഭാഷിതം. ഏതത് എന്ന് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ചതായ ഈ ജ്ഞാനത്തിന്റെ സംക്രമണം, അത് ബുദ്ധേന തത്വജ്ഞാനികൾ ഭാഷിതം ഉപദേശിച്ചിട്ടില്ല. അങ്ങനെ ചിലര് ഭാഷ്യകാരനെ തിരുത്തി വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനമല്ല ശരി, അങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം ബുദ്ധശബ്ദം ഇവിടെ പല സ്ഥലത്തും ആവർത്തിച്ചെങ്കിലും ഈ ഒരു സ്ഥലത്തല്ലാതെ ബുദ്ധനെന്ന് പറയുന്ന വ്യക്തി എന്നുള്ള അർത്ഥം എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയും മുമ്പ് പറഞ്ഞ ബുദ്ധസ്യ, അവിടെ ഷഷിയിൽ പറഞ്ഞു, ഇവിടെ ബുദ്ധേന തൃതിയിൽ പറഞ്ഞു. ഇത് ഒരു ബുദ്ധൻ തന്നെയാണ്, തത്വജ്ഞാനി തന്നെയാണ്. തത്വജ്ഞാനി ന ഭാഷിതം. മുമ്പ് പറഞ്ഞെന്താണ്? നായി ക്രമതേ, അസംക്രമണം, അക്കാര്യത്തെക്കുറിച്ചല്ല തത്വജ്ഞാനി പറയുന്നത്. എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അത് തത്വജ്ഞാന സംക്രമണത്തെ അല്ല, തത്വജ്ഞന്റെ സ്വരൂപസ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത് എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയാകാം. എന്തായാലും അതിന്റെയൊക്കെ താല്പര്യം ഒന്ന് തന്നെ. ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ്? അജാതിയെ ബോധിപ്പിക്കുന്നു. അജാതിയിൽ തന്നെ ആരാണ് ജ്ഞാനി, ആരാണ് അജ്ഞാനി എന്ന് ബോധിപ്പിക്കാൻ ഇരിക്കുന്നു. ജ്ഞാനിയിൽ ആ ജ്ഞാനത്തിന്റെ സ്ഥിതി എന്താണത് വിശദമാക്കാൻ ശ്രമിക്കുന്നു. ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും താല്പര്യം ഒന്ന് തന്നെയാണ്. ക്രമത്തെ നഹി ബുദ്ധസ്യ ജ്ഞാനം ധർമ്മേഷു തായിനഃ സർവേ ധർമാസ്തഥാ ജ്ഞാനം നൈതദ് ബുദ്ധേന ഭാഷിതം.
ശരി.